Yes, hi, hello Makle, welcome to Winners Classes. സാറിൻ്റെ പേര് അർജുൻ കൃഷ്ണ. സാർ വിന്നേഴ്സിൻ്റെ മാത്സ് ഫാക്കൽറ്റി ആണ്, മെയിൻലി ഫോക്കസിങ് ഓൺ 11th and 12th. അപ്പം ഇനി സാർ ഇന്ന് +1 ചാപ്റ്റർ ആയിട്ടുള്ള അല്ലേ, നമുക്ക് ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്യാം. സ്വാഭാവികമായിട്ടും നമ്മൾ സ്റ്റാർട്ടിങ് ആണല്ലോ അല്ലേ, അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, അപ്പോൾ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട് പഠിക്കാന്നറിയോ? +1 മാത്സിൽ നമുക്ക് ടോട്ടൽ 14 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത് കേട്ടോ. ഈ 14 ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ 10th കഴിഞ്ഞു അല്ലേ, 11th പോകുന്നു, ഞങ്ങൾ 10th പഠിച്ച ഏതെങ്കിലും ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട് സാറേ അല്ലേ. സോ നമുക്ക് അങ്ങനെയാണ്, നമ്മൾ അങ്ങനെ ആയിരിക്കണോട്ടെ, എപ്പോഴും നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യുക, നമ്മൾ ആലോചിക്കുക, ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം 11th എത്തിയല്ലോ. അപ്പൊ സാറിന് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ 10th ചില ചാപ്റ്റേഴ്സ് ഒക്കെ വരുന്നുണ്ടെങ്കിലും അത് അപ്ലൈഡ് ആയിട്ടാണ് നമ്മൾ വരുന്നത്. അപ്പോൾ നമ്മൾ 10th പഠിച്ച കാര്യങ്ങളെല്ലാം ബേസിക്സ് ആയി നിർത്തിക്കൊണ്ടാണ് നമ്മൾ 11th പഠിക്കേണ്ടത് കേട്ടോ. 11th നമ്മൾ കുറച്ചും കൂടി അപ്ലൈഡ് ആയിട്ട് പഠിക്കണം. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസിന്റെ സ്റ്റാൻഡേർഡ് കൂടും. അപ്പോൾ ഇതൊക്കെ മക്കൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് 11th സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് മോർ ഓവർ 11th നന്നായിട്ട് പഠിച്ചാൽ മാത്രമാണ് നമ്മൾ 12th +2 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വളരെ സിമ്പിൾ ആയിട്ട് സ്മൂത്ത് ആയിട്ട് പഠിച്ചു പോകാൻ പറ്റുള്ളൂ. ഒറ്റ കാര്യം സാർ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തട്ടെ, 11th വളരെ ബുദ്ധിമുട്ടാണ് 12th +2 മാത്സ് മെയിൻലി. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാവുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ എന്താ, 11th പഠിക്കുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് പഠിക്കാത്തതുകൊണ്ടും ഒരു പ്രശ്നമാണ്. കാരണം 12th നമുക്ക് ടൈം കിട്ടില്ല. അപ്പൊ 11th നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം, 12th നമുക്ക് സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകാം കേട്ടോ. അപ്പോ കുറച്ച് ചാപ്റ്റേഴ്സ് പഠിക്കാനുള്ളതിൽ സാർ പറഞ്ഞു അത് ബേസിക്സ് ആണ്, പിന്നെ പേടിക്കാനില്ല. 10th പഠിച്ചിരുന്നപ്പോൾ കുറച്ചൊരു മാത്സ് ബുദ്ധിമുട്ടായിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും അല്ലെ. പക്ഷെ ഒരിക്കലും പേടിക്കണ്ട, നമ്മൾ ഓരോ ചാപ്റ്റേഴ്സും പഠിക്കുമ്പോൾ മക്കളെ 10th പോലെ സാർ എങ്ങനെയാണോ ബേസിക്സ് പറഞ്ഞിട്ട് അവിടെ ആവശ്യമായിട്ടുള്ള ബേസിക്സ് സാർ ഓൾറെഡി മക്കളോട് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, മുന്നോട്ട് പോകുള്ളൂ കേട്ടോ. അപ്പൊ നന്നായി ശ്രദ്ധിക്കുക. സാർ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാണ് മക്കളെ. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സെറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. നമ്മൾ ഈ +1 മാത്സ് തന്നെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ തന്നെ ഫുൾ സെറ്റ് ആക്കി വെക്കണം. കാരണം ഫസ്റ്റ് ചാപ്റ്റർ തന്നെ വളരെ ഇൻട്രസ്റ്റോടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ത്രൂ ഔട്ട് ആ ഒരു ഇൻട്രസ്റ്റോടെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് എല്ലാം ക്രാക്ക് ചെയ്യാം. പിന്നെ ഈ സെറ്റ്സ് എന്ന് പറയുന്ന വേർഡ് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് അല്ലെ. പക്ഷേ മാത്തമാറ്റിക്കലി മക്കള് ഈ ഒരു ചാപ്റ്റർ എന്തിനു പഠിക്കുന്നു അല്ലെ, എന്താണ് സെറ്റ് തിയറി എന്ന് പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ മക്കൾക്ക് അറിയില്ല. അപ്പൊ അത് സാറ് പറഞ്ഞുതരാം. പുതിയൊരു ടോപ്പിക്കാണ്, എൻറ്റയർലി പുതിയൊരു ടോപ്പിക്കാണ്. പക്ഷെ ഡോണ്ട് വെറി, ട്രസ്റ്റ് മീ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. സാർ പറയുന്ന കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ വി ക്യാൻ ക്രാക്ക് ദിസ് ചാപ്റ്റർ വിത്തിൻ ഷോർട്ട് ടൈം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് സമയം കളയാതെ തന്നെ എത്രയും പെട്ടെന്ന് ഈ ഒരു ചാപ്റ്ററിലേക്ക് പോവാം മക്കളെ. സെറ്റ്സ്. അപ്പൊ ഫ്രഷ് ആയിട്ടൊരു പേജ് എടുത്ത് എഴുതി വെക്കുക കേട്ടോ. സ്റ്റാർട്ടിംഗ് ആണ് ചാപ്റ്റർ 1 സെറ്റ്സ്. അപ്പൊ സാർ വെൽക്കം ചെയ്യാണ് വീണ്ടും ടു യുവർ ഫസ്റ്റ് ചാപ്റ്റർ NCERT. യെസ്. അപ്പൊ മക്കളെ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാറ് നിങ്ങളോട് ഒരു എക്സാമ്പിൾ പറയാ. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പാരന്റ്സ് അമ്മ പറയാണ്, മക്കളോട് പറയാണ്, മോനെ കടയിൽ പോയിട്ട് ഷോപ്പിൽ പോയിട്ട് ഒരു 10 ഡിഫറെന്റ് വെജിറ്റബിൾസ് കളക്ട് ചെയ്യാൻ പറയാണ്. ആ മക്കൾ എന്ത് ചെയ്യും, കളക്ട് ചെയ്യും അല്ലെ. അപ്പോൾ 10 വെജിറ്റബിൾസ് കളക്ട് ചെയ്യും. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോടും അവരവരുടെ മദേഴ്സ് പറയാണ് എന്ത് മക്കളെ ഇതേപോലെ തന്നെ 10 വെജിറ്റബിൾസ് കളക്ട് ചെയ്യാൻ. വേണ്ട, സാറും നിങ്ങളുടെ ഒപ്പം തന്നെ പോവാണ് കേട്ടോ. ഇതേപോലെ ഷോപ്പിൽ പോയിട്ട് 10 വെജിറ്റബിൾസ് കളക്ട് ചെയ്യാൻ, ഡിഫറെന്റ് ആയിട്ടുള്ള 10 വെജിറ്റബിൾസ് കളക്ട് ചെയ്യാൻ, ഒരു വെജിറ്റബിൾ മിക്സ് കറി വെക്കാനാണെന്ന് വിചാരിക്കുക. അപ്പൊ മക്കൾ എന്താ ചെയ്യുക, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വെജിറ്റബിൾസ് കളക്ട് ചെയ്യും. സാറും ഇതേപോലെ തന്നെ സാറിന്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വെജിറ്റബിൾ കളക്ട് ചെയ്യും. സാറ് ചോദിക്കുകയാണ് മക്കളെ, അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് നോക്കുകയാണ് കേട്ടോ. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വെജിറ്റബിൾസ് കളക്ട് ചെയ്യുക. അപ്പൊ സാറ് കളക്ട് ചെയ്ത 10 വെജിറ്റബിൾസ് തന്നെ ആയിരിക്കുമോ മക്കളുടെ കയ്യിൽ ഉണ്ടാവുന്ന വെജിറ്റബിൾസ്? ഡെഫിനറ്റ്ലി നോ അല്ലെ. ഒരിക്കലും സെയിം ആവാൻ ചാൻസ് ഇല്ല. കാരണം നമ്മുടെ ഇഷ്ടങ്ങൾ എല്ലാവരെയും വ്യത്യാസപ്പെടുത്തി കിടക്കുന്നു. അപ്പൊ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മളവിടെ കളക്ട് ചെയ്തത്. എന്നാൽ കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ആണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന വേർഡ് ആണ് അല്ലെ. നമ്മൾ ബുക്സ് കളക്ട് ചെയ്തു, നമ്മൾ പറയും സെറ്റ് ഓഫ് ബുക്സ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലെ. അപ്പൊ അവിടെ സെറ്റ് ഓഫ് വെജിറ്റബിൾസ് അക്കോർഡിംഗ് ടു മൈ പെർസ്പെക്ടീവ് മൈ ഫേവറേറ്റ് വെജിറ്റബിൾസ് സാറ് കളക്ട് ചെയ്തു. സോ അക്കോർഡിംഗ് ടു മീ ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് വെജിറ്റബിൾ. യെസ്, നിങ്ങളെ ഒരു ഫേവറേറ്റ് വെജിറ്റബിൾസ് മക്കൾ കളക്ട് ചെയ്തു. മക്കൾക്കും അതെന്താണ്, ഒരു കളക്ഷൻ ഓഫ് സം വെജിറ്റബിൾസ് ആണ്. ബട്ട് മാത്തമാറ്റിക്കലി അത് സെറ്റ് ആവണമെങ്കിൽ സാർ എന്താ പറയുന്നത്, മാത്തമാറ്റിക്കലി അത് സെറ്റ് ആവണമെങ്കിൽ ദാറ്റ് മസ്റ്റ് ബി വെൽ ഡിഫൈൻഡ്. അത് എന്തായിരിക്കണം, അതൊരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ആയിരിക്കണം. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ വേർഡ് വെൽ ഡിഫൈൻഡ്? വെൽ ഡിഫൈൻഡ് എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം എന്താ മക്കളെ?
വെൽ ഡിഫൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും കളക്ട് ചെയ്തപ്പോൾ അത് സെയിം ആയിട്ടുള്ള വെജിറ്റബിൾസ് കിട്ടുകയാണെങ്കിൽ നമുക്ക് പറയാം വെൽ ഡിഫൈൻഡ് ആണെന്ന്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് വെജിറ്റബിൾ കളക്ട് ചെയ്യണമെന്നും കൂടിയും ആദ്യമേ പറയണമായിരുന്നു. എന്നാൽ നമ്മൾ എല്ലാവരും സെയിം വെജിറ്റബിൾസ് കളക്ട് ചെയ്യും. സോ നമുക്ക് പറയാം അത് വെൽ ഡിഫൈൻഡ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് മാത്തമാറ്റിക്കലി അതൊരു സെറ്റ് ആണെന്ന്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ സാറ് പറയാണ്, മാത്തമാറ്റിക്കലി സെറ്റ് ആവാൻ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയാണ്. നോക്കാം. നിങ്ങൾ എണ്ണാൻ പഠിക്കുന്നു മക്കളെ, നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് മുതൽ പഠിക്കുന്ന നമ്പേഴ്സ് ആണ് കൗണ്ടിങ് നമ്പേഴ്സ് അല്ലെ. സോ കൗണ്ടിങ് നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോമൺലി അത് കൗണ്ടിങ് നമ്പേഴ്സ് എന്ന് പറയുമെങ്കിലും ദാറ്റ് മീൻസ് നാച്ചുറൽ നമ്പേഴ്സ് ആണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുക, നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ സാറ് പറയാണ് മക്കളെ നിങ്ങൾ കളക്ട് ചെയ്യുക, നാച്ചുറൽ നമ്പേഴ്സ് കളക്ട് ചെയ്യാൻ പറയാണ്, ദ കളക്ഷൻ ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ എല്ലാവരും കളക്ട് ചെയ്യുമ്പോഴോ വി നോ ദാറ്റ് ദ നാച്ചുറൽ നമ്പേഴ്സ് ആർ സ്റ്റാർട്ടിങ് ഫ്രം 1. 1 ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, then 2, then 3, then 4, then 5, then 6, so on. ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതെല്ലാവരും കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മാത്തമാറ്റിക്കലി ഒരു സെറ്റ് ആയിരിക്കും, എല്ലാവരുടെയും സെയിം ആയിരിക്കും. എന്തുകൊണ്ട് അതെല്ലാവരുടെയും സെയിം ആവാൻ കാരണം അതൊരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ ആണ്. സോ കുറെ നേരമായി സാർ പറയുന്നത് അല്ലെ, വെൽ ഡിഫൈൻഡ് വെൽ ഡിഫൈൻഡ്. അപ്പൊ എഴുതിയാലോ നമുക്ക്, എന്താണ് മാത്തമാറ്റിക്കലി സെറ്റ് എന്ന് പറയുന്നത്? സെറ്റ്സ് ഒരു നീറ്റ് ആയിട്ടൊരു ഹെഡിങ് കൊടുത്ത മക്കൾ ഇതാ, എ സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. ജസ്റ്റ് അത് മാത്രം എഴുതിയാൽ മതി. സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. സെറ്റ് എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ഒരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ആണ്. ഇനി ഇപ്പൊ സാറ് ഇപ്പൊ നാച്ചുറൽ നമ്പേഴ്സ് കളക്ട് ചെയ്തു അല്ലെ. അപ്പൊ നാച്ചുറൽ നമ്പേഴ്സ് സാറ് കളക്ട് ചെയ്തപ്പോ 1, 2, 3, 4. ഇപ്പൊ ഇതേപോലെ സാറ് നാച്ചുറൽ നമ്പേഴ്സിന് പകരം മക്കളോട് പറയാണ്, മക്കളെ ഓഡ് നമ്പേഴ്സ് കളക്ട് ചെയ്യാൻ പറഞ്ഞു, ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് കളക്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ മക്കൾ എന്ത് ചെയ്യും? 1 is the first odd natural number, then 3, then 5, then 7, so on. ഇതല്ലേ നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സ്. യെസ്. അപ്പൊ നമ്മൾ പൊതുവെ നാച്ചുറൽ നമ്പേഴ്സ് കളക്ട് ചെയ്തിട്ട് അതൊരു സെറ്റ് ആക്കി എഴുതുമ്പോൾ സെറ്റിന് ശരിക്കും പറഞ്ഞാൽ 2 റെപ്രസെന്റേഷൻ ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് എ റോസ്റ്റർ ഫോം. ഈ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സെറ്റ് നമ്മൾ ദാറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്, പക്ഷേ അത് നമ്മൾ റെപ്രസെന്റ് ചെയ്യാം. അത് 2 രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. ഇപ്പൊ സാർ റെപ്രസെന്റ് ചെയ്യാൻ പോകുന്ന ഒരു രീതിയാണ്, അത് ഡീറ്റെയിൽഡ് ആയിട്ട് സാർ പഠിപ്പിക്കാം. എനിവേ അതിന് മുമ്പ് സാറ് ആ ബ്രാക്കറ്റ്സ് ഒക്കെ ഇടുമ്പോൾ മക്കൾക്ക് ഡൗട്ട് വരും, അതിന് വേണ്ടി പറയുന്നതാണ്. അപ്പോൾ 2 റെപ്രസെന്റേഷൻ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. ഓക്കെ, ആ 2 റെപ്രസെന്റേഷനിൽ ഫസ്റ്റ് 2 റെപ്രസെന്റേഷനും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രത്യേക ബ്രാക്കറ്റ്സ് നമ്മൾ യൂസ് ചെയ്യും. കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രാക്കറ്റ്സ് ഒക്കെയാണ് അല്ലെ. ഈ ബ്രാക്കറ്റ്സ് മക്കൾക്കറിയാം, ഇതിനെ ഓപ്പൺ ബ്രാക്കറ്റ് എന്നാണ് വിളിക്കുക. അതേപോലെ സ്ക്വയർ ബ്രാക്കറ്റ്, ക്ലോസ്ഡ് ബ്രാക്കറ്റ് എന്നൊക്കെ പറയും കേട്ടോ. സ്ക്വയർ ബ്രാക്കറ്റ് ഇത് മക്കൾക്കറിയാം. പക്ഷെ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രാക്കറ്റ് നോക്കിയടാ, ഈ കിട്ടിയ കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ഇല്ലടാ, സാർ എന്ത് ചെയ്യുന്നത് ഇത്തരം ഒരു ബ്രാക്കറ്റ്സിന്റെ ഉള്ളിലാണ് ആക്കുന്നത്. അപ്പൊ ഈ ഒരു ബ്രാക്കറ്റ് നമ്മൾ എന്താ പറയാ, ഇതിനെ നമ്മൾ പറയുന്ന വേർഡ് ദാറ്റ് ഈസ് ബ്രേസസ്. എന്താണ്? ബ്രേസസ് എന്നാണ് പറയുക, BRACES. ഓക്കെ, അപ്പൊ ബ്രേസസിന്റെ ഉള്ളിൽ സാറ് കളക്ട് ചെയ്ത ഒബ്ജക്ട്സുകൾ സാർ ഇങ്ങനെ എഴുതിയേക്കാണ്, ഇങ്ങനെ കോമിറ്റ് ഡിഫറൻഷിയേറ്റ് ഒക്കെ എഴുതിയേക്കാണ്. അപ്പൊ ഈ ഒരു ഫോമിനെ നമ്മൾ പേര് വിളിക്കൂട്ടെ. ആ ഫോം എന്താണെന്നൊക്കെ സാറ് പിന്നീട് പറയാം, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് പഠിക്കാം. പക്ഷേ സാറോട് ഉദ്ദേശിച്ചത്രേ ഉള്ളൂ, നമ്മൾ ഒരു സെറ്റ് അവിടെ സാർ ഇങ്ങനെ എഴുതി അല്ലെ, ആ സെറ്റിന് സാറ് പേര് കൊടുക്കണ്ടേ? അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള പേര് നമുക്ക് കൊടുക്കാം. പക്ഷേ പേര് കൊടുക്കുമ്പോൾ നമ്മൾ ആൽഫബറ്റ്സ്, ഇംഗ്ലീഷ് ആൽഫബറ്റ്സ്, ക്യാപിറ്റൽ ലെറ്റേഴ്സ്, ക്യാപിറ്റൽ ലെറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, യെസ്. അപ്പൊ സാറ് ക്യാപിറ്റൽ ലെറ്റർ എ എന്നാണ് സാർ അതിനെ വിളിച്ചത്. മക്കൾക്ക് വേണമെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ ബി എന്ന് വിളിക്കാം, നോ പ്രോബ്ലം. ക്യാപിറ്റൽ ലെറ്റർ സി എന്ന് വിളിക്കാം. ബട്ട് ഓൾവേസ് യൂസ്, എപ്പോഴും നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ക്യാപിറ്റൽ ലെറ്റേഴ്സ് എന്ത് ചെയ്യുക? യൂസ് ചെയ്യാൻ ശ്രമിക്കാം. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പോ അങ്ങനെയാണെങ്കിൽ നമുക്കിനി സം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറച്ച് സെറ്റ്സ് പഠിക്കാം. എന്താ ഈ സ്റ്റാൻഡേർഡ് സെറ്റ്സ് സാർ ഉദ്ദേശിച്ചത്? വേറെ ഒന്നല്ല, ഇപ്പോ ചില സെറ്റ്സിനെ നമുക്ക് ഇഷ്ടമുള്ള പേര് വിളിക്കുന്നതിന് പകരം ഓൾറെഡി അതിന് സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ ഇത് കണ്ടു കഴിഞ്ഞാൽ, ഇപ്പോ ഫോർ എക്സാമ്പിൾ സാർ പറയാം, അതായത് ആ സെറ്റിന്റെ ആ ലെറ്റർ കണ്ടു കഴിഞ്ഞാൽ ആ ലെറ്റർ എന്ന് പറയുന്നത് അത് ഈ സെറ്റ് ആണ്, ഈ കളക്ഷൻ ഓഫ് നമ്പേഴ്സ് ആണ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കാൻ പറ്റണം. അങ്ങനെ കുറച്ച് സ്റ്റാൻഡേർഡ് സെറ്റ്സ് ആണ് സാറ് പഠിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, പഠിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി സാറ് പറയട്ടെ. നിങ്ങൾക്ക് സെറ്റ്സ് സാറ് കുറേ എക്സാമ്പിൾസ് പറഞ്ഞു അല്ലെ. അപ്പൊ ആ സെറ്റിൽ സാറ് കുറച്ച് ആൾക്കാരെ കാണിക്കാം, അത് സെറ്റ് ആണോ ഇല്ലയോ എന്ന് മക്കളൊന്ന് പറയണം കേട്ടോ. ഓക്കെ, അപ്പോ വിച്ച് ഓഫ് ദി ഫോളോയിങ്, ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ മക്കൾ അത് എഴുതിക്കോ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ സെറ്റ്സ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ സെറ്റ്സ്. അപ്പൊ സാർ എന്ത് ചെയ്യും? സ്റ്റാൻഡേർഡ് സെറ്റ്സ് പഠിക്കുന്നതിന് മുമ്പ് നമുക്കൊന്ന് സെറ്റ്സ് ഒന്നുകൂടി ഒന്ന് ഉറപ്പിക്കാം കേട്ടോ. അപ്പൊ വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ സെറ്റ്സ് എന്നാണ് സാറ് പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. അപ്പോ മക്കളെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ട്ടാ,
that is the collection of all natural numbers less than 100. എന്താണ് the collection of all natural numbers less than 100? മക്കളെ ഒന്ന് ആലോചിക്കുക, 100നേക്കാൾ ചെറിയ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ആര് അതിൻ്റെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാലും മക്കൾ കളക്ട് ചെയ്താലും 1 2 3 4 5 6 അല്ലെ ലെസ് ദാൻ എത്രയാ 100. 100നേക്കാൾ ചെറുന്ന് പറയുമ്പോൾ 99 വരെയല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്കറിയാം അത് ആര് കളക്ട് ചെയ്ത് കഴിഞ്ഞാലും മാത്തമാറ്റിക്കലി എന്താണ് അതൊരു സെറ്റ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് സാറിന് പറയാം അത് സെറ്റ് ആണ് കേട്ടോ, വെൽ ഡിഫൈൻഡ് ആണ്. അപ്പോ മക്കളെ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. യെസ്, ദാറ്റ് ഈസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ മാത്തമാറ്റിക്കലി സെറ്റ് ആണ് അല്ലെ, കാരണം എല്ലാവരും ആൻസർ കണ്ടെത്തി കഴിഞ്ഞാൽ അതെന്താ സെയിം ആൻസർ ആയിരിക്കും. അതുകൊണ്ട് സാറിന് പറയാം ദാറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയ മക്കളെ, ദ കളക്ഷൻ ഓഫ് 10 മോസ്റ്റ് ടാലന്റഡ് റൈറ്റേഴ്സ് ഓഫ് ഇന്ത്യ. ആക്ച്വലി എടാ ഈ ടാലന്റഡ് എന്ന് പറയുന്ന ഒരു വേർഡ് ഒരു പ്രശ്നക്കാരനാണ്, കാരണം അതൊരിക്കലും വെൽ ഡിഫൈൻഡ് അല്ല. ഈ ടാലന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ചും ടാലന്റഡ് ആണ്, നമുക്ക് ഒരിക്കലും അത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കണമെന്നില്ല. ഇപ്പൊ സാറിപ്പോ റൈറ്റേഴ്സ് എടുക്കാൻ പറഞ്ഞാൽ സാറ് ഇന്ത്യയിലെ റൈറ്റേഴ്സ് എടുക്കുമ്പോൾ സാറിന്റെ കയ്യിൽ കുറച്ച് റൈറ്റേഴ്സ് ഉണ്ട് ഫേവറേറ്റ് ആയിട്ടുള്ള. മോസ്റ്റ്ലി സാർ എന്ത് ചെയ്യും 10 ടാലന്റഡ് ആയിട്ടുള്ള റൈറ്റേഴ്സ് സാർ എടുക്കുന്നതും അതേപോലെ മക്കൾ കളക്ട് ചെയ്യുമ്പോഴും അത് ഡിഫറെന്റ് ആണ് അക്കോർഡിംഗ് ടു യുവർ ചോയ്സ് അല്ലെ. ആ ടാലന്റ് എന്ന് പറയുന്ന ഒരു വേർഡ് അവിടെ ഉള്ളത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് സാറിന് പറയാം ടാലന്റഡ് ഇസ് നോട്ട് എ വെൽ ഡിഫൈൻഡ് വേർഡ് അല്ലെ. അപ്പൊ അതുകൊണ്ട് ദിസ് ഈസ് നോട്ട് എ സെറ്റ്. എന്താണ് ദിസ് ഈസ് നോട്ട് എ സെറ്റ്? ഇതെന്തല്ല മക്കളെ, ഇതൊരു സെറ്റ് അല്ല. യെസ്, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് വൺ നോക്കിയേ മക്കളെ. യെസ്, നെക്സ്റ്റ് വൺ നോക്കാം നമുക്ക്. നെക്സ്റ്റ് വൺ നോക്കാം. മോസ്റ്റ് ഡേഞ്ചറസ് അനിമൽസ് ഇൻ ദ വേൾഡ്. മോസ്റ്റ് ഡേഞ്ചറസ് അനിമൽസ് ഇൻ ദ വേൾഡ്. ഒന്ന് ആലോചിച്ചേടാ, മോസ്റ്റ് ഡേഞ്ചറസ് അനിമൽസ് ഇൻ ദ വേൾഡ് എന്ന് പറയുന്ന ഇത് മാത്തമാറ്റിക്കലി ഒരു സെറ്റ് ആണോ? മോസ്റ്റ് ഡേഞ്ചറസ്, എഗെയിൻ നമ്മൾ അവിടെ വന്നിരിക്കുന്ന ഒരു വേർഡ് ശ്രദ്ധിക്കുക, ഡേഞ്ചറസ്. ദിസ് ഇസ് നോട്ട് എ വെൽ ഡിഫൈൻഡ് വേർഡ്. അപ്പൊ ഇതും സാറിന് പറയാം ഇത് മാത്തമാറ്റിക്കലി ഒരു സെറ്റ് അല്ല. കാരണം ഡേഞ്ചറസ് ആയിട്ടുള്ള സാറ് പറയുന്ന എലിഫന്റ് ഒരു ഡേഞ്ചറസ് അനിമൽ ആണെന്ന് സാറ് പറയാണ്. മക്കള് പറയാണ് സാറേ എലിഫന്റോ അതിനേക്കാൾ ഡേഞ്ചറസ് അനിമൽസ് ഉണ്ടല്ലോ, അതല്ലേ സാർ എടുക്കേണ്ടതെന്ന് പറയുമ്പോൾ നിങ്ങളുടെ അക്കോർഡിംഗ് ടു യുവർ ചോയ്സ് അല്ലെങ്കിൽ ഓരോരുത്തരുടെ ചോയ്സ് അനുസരിച്ച് മക്കളെ ദാറ്റ് ഇസ് ആക്ച്വലി ഡേഞ്ചറസ് എന്ന് പറയുന്ന ഒരു വേർഡ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അത് ഇസ് നോട്ട് എ വെൽ ഡിഫൈൻഡ് വേർഡ്. അപ്പോൾ സാറിന് പറയാം ദിസ് ഇസ് കംപ്ലീറ്റ്ലി എന്താണ്, അത് കളക്ഷൻ ഓഫ് സം ഒബ്ജക്ട്സ് ആയിട്ട് കിട്ടും നമുക്ക്, ബട്ട് നോട്ട് എ സെറ്റ്. മാത്തമാറ്റിക്കലി അത് സെറ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് വൺ എന്താണ്, ദ കളക്ഷൻ ഓഫ് ഓൾ ഈവൺ ഇന്റിജേഴ്സ്. മക്കളെ ഈവൺ ആയിട്ടുള്ള ഇന്റിജേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിവേ 2 0 2 4 5 2 4 6 8 ഇങ്ങനെ പോകുന്നു. 0 is an even integer. ഓക്കെ, ഇന്റിജർ എന്ന് എടുത്ത് പറഞ്ഞുകൊണ്ടാണ് -2 -3 -4 -6 so on. എനിവേ മക്കൾക്ക് അതിൽ കുറച്ച് ഡൗട്ട് ഉണ്ടെങ്കിലും അത് മാത്തമാറ്റിക്കലി എന്താണ് ഒരു സെറ്റ് ആണ്. നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ വാട്ട് ഈസ് മീൻ ബൈ ഇന്റിജേഴ്സ് ഇൻ ദാറ്റ് ഈവൺ ഇന്റിജേഴ്സ് എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും എന്താണ് മാത്തമാറ്റിക്കലി ഇതെന്താണ് ഒരു സെറ്റ് ആണ്. നമുക്കത് വെൽ ഡിഫൈൻഡ് ആയിട്ട് ആയതുകൊണ്ട് സാറിന് പറയാം ഇറ്റ് ഈസ് എ സെറ്റ്. എടാ മക്കളെ നെക്സ്റ്റ് കുറച്ച് വെറൈറ്റി ക്വസ്റ്റ്യൻസ് പിടിച്ചാലോ. ദ കളക്ഷൻ ഓഫ് ഓൾ ബോയ്സ് ഇൻ യുവർ ക്ലാസ്. ആക്ച്വലി ഇത് കൺഫ്യൂഷൻ ആവും, പക്ഷെ മക്കളൊന്ന് ആലോചിക്കാം. നിങ്ങളുടെ ക്ലാസ്സിൽ ബോയ്സിന്റെ കളക്ഷൻ മക്കൾ എടുക്കുകയാണ്. മക്കളെ നിങ്ങൾ അതേപോലെ ഒരു ഫ്രണ്ടും മക്കൾ എന്ത് ചെയ്യുക, മക്കളുടെ ബെസ്റ്റ് ഫ്രണ്ട് കൂടി കളക്ട് ചെയ്യാന്ന് വിചാരിക്കുക. ഏതാ ബോയ്സിന്റെ കളക്ഷൻ ആണ്. ബോയ്സിന്റെ കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്ലാസ്സിലെ കളക്ഷനാ, അതെല്ലാവരും കളക്ട് ചെയ്ത് കഴിഞ്ഞാലും അത് സെയിം തന്നെ ആയിരിക്കൂലേ. മക്കളുടെ ക്ലാസ്സില ബോയ്സിന്റെ കളക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാവരും കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും, സെയിം ആയിട്ടുള്ള കളക്ഷൻ ഓഫ് ബോയ്സ് സെയിം ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് സാർ എന്ത് പറയാം, ഇറ്റ് ഈസ് ഓൾസോ മാത്തമാറ്റിക്കലി എന്താണ് സെറ്റ് ആണ്. ഇതും എന്താണ് മാത്തമാറ്റിക്കലി ഒരു സെറ്റ് ആണ്. നെക്സ്റ്റ് സാർ പറയുന്നൊന്ന് ശ്രദ്ധിച്ചോളൂ ടാ. ഇതും കൂടി മക്കൾ പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇത് പറയാൻ പറ്റിയില്ല, ഡൗട്ട് വന്നു, കുഴപ്പമില്ല. ഇതൊന്ന് ആലോചിക്കൂ, ഇതൊന്ന് മക്കളൊന്ന് ആലോചിച്ച് പറഞ്ഞു നോക്കിയേ. എ കളക്ഷൻ ഓഫ് ഓൾ നോവൽസ് റിട്ടൺ ബൈ എം മുകുന്ദൻ. എം മുകുന്ദൻ എന്ന് പറയുന്ന ഒരു റൈറ്റർ എഴുതിയിട്ടുള്ള എല്ലാ നോവൽസും നമ്മൾ എന്ത് ചെയ്യുന്നു, കളക്ട് ചെയ്യാണ്. അപ്പോ അത് ഇപ്പൊ സാറിന് ആ ഒരു ആൻസർ കിട്ടുന്നതും മക്കൾക്ക് ആ ഒരു ആൻസർ കിട്ടുന്നതും സെയിം ആണോ എന്നല്ലേ നോക്കണ്ടുള്ളൂ. സാറിന് മാത്രമല്ല എല്ലാവരും ആരായിക്കോട്ടെ ആരിത് കളക്ട് ചെയ്ത് കഴിഞ്ഞാലും സെയിം ആവണം. അങ്ങനെയാണെങ്കിൽ അതെന്താ മാത്തമാറ്റിക്കലി സെറ്റ് ആണ്. എന്തുകൊണ്ടത് സെയിം ആവാൻ കാരണം, അത് വെൽ ഡിഫൈൻഡ് ആയതുകൊണ്ടല്ലേ. അപ്പൊ സാറ് തേടാ ആലോചിക്കാം, എം മുകുന്ദൻ എഴുതിയേക്കുന്ന എല്ലാ നോവൽസും സാറ് എം മുകുന്ദന്റെ അടുത്ത് പോയി തന്നെ കളക്ട് ചെയ്യാം നമുക്ക് അല്ലെ. എം മുകുന്ദന്റെ അടുത്ത് പോയി നമ്മൾ എല്ലാ നോവൽസും ആളുടെ കളക്ട് ചെയ്യുമ്പോൾ ആക്ച്വലി നമുക്ക് കിട്ടുന്നത് എല്ലാവർക്കും സെയിം ആയിട്ടുള്ള നോവൽസിന്റെ കളക്ഷൻ അല്ലേ കിട്ടുന്നത്. സോ അത് വെൽ ഡിഫൈൻഡ് ആണ് കേട്ടോ മക്കളെ. അതുകൊണ്ട് സാർ എന്താ പറയുന്നത്, ഇറ്റ് ഈസ് എ സെറ്റ്. ഇതെന്താണ്, സെറ്റ് ആണ്.
അപ്പോൾ ഇത് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ഒന്നല്ല, പക്ഷെ NCERT അവരുടെ ടെക്സ്റ്റ് ബുക്ക് എക്സസൈസിൽ യൂസ് ചെയ്തേക്കുന്ന എന്തിനു വേണ്ടിയിട്ടാ, നമ്മൾ സെറ്റ്സ് എന്ന് പറയുന്നതിന്റെ ഡെഫിനേഷൻ അതിനനുസരിച്ച് അത് നമ്മൾ പ്രാക്ടിക്കലി നമ്മളൊന്ന് കളക്ട് ചെയ്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ്. ഓക്കെ ആണല്ലോ മക്കള്? അപ്പോൾ എന്താണ് സെറ്റ്? Simply it is a well defined collection of objects. Okay ആണല്ലോ? യെസ്. അപ്പൊ മക്കളെ നമുക്കിനി സാറ് ഓൾറെഡി പറഞ്ഞു വെച്ചു സം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സെറ്റ്സ് അല്ലേ, ഓൾറെഡി പറഞ്ഞു വെച്ചു. ഇനി മക്കളത് ഹെഡിങ് കൊടുത്തോ, സം സ്റ്റാൻഡേർഡ് സെറ്റ്സ് എന്ന് ഒരു ഹെഡിങ് കൊടുത്തോ കേട്ടോ. അപ്പൊ ഇത് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് കറക്റ്റ് ആയിട്ട് എഴുതി വെച്ചല്ലോ അല്ലെ, സെറ്റ്സ് അതേപോലെ നോട്ട് സെറ്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് എഴുതി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് എക്സാം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറച്ച് സെറ്റ്സ് പഠിക്കാം. ഈ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സെറ്റ്സ് സാർ ഉദ്ദേശിക്കുന്നത് ഈ ലെറ്റേഴ്സ് കണ്ടു കഴിഞ്ഞാൽ മക്കൾക്ക് മനസ്സിലാക്കാൻ പറ്റണം അത് ഈ സെറ്റ് ആണ് അല്ലെങ്കിൽ ഈ കളക്ഷൻ ഓഫ് നമ്പേഴ്സ് ആണ് എന്ന് മക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റണോടാ, മനസ്സിലാക്കാൻ പറ്റണോടാ. അതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് n, സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. എന്താണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്? സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. അപ്പൊ ഈ n എന്ന് പറയുന്ന ലെറ്റർ നമ്മൾ ഓൾറെഡി പറയുന്നതാണല്ലേ, നാച്ചുറൽ നമ്പേഴ്സിന്റെ കളക്ഷൻ നമുക്കറിയാം. സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 2 3 ഇതൊക്കെയാണ് നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സ്. പക്ഷേ അതിന് ആ കംപ്ലീറ്റ് നാച്ചുറൽ നമ്പേഴ്സിന് ഒരൊറ്റ ലെറ്റർ ആയിട്ട് നമുക്ക് ഡിനോട്ട് ചെയ്യാൻ പറ്റും. സ്റ്റാൻഡേർഡ് ഡിനോട്ടേഷൻ ആണ്. എവിടെങ്കിലും എന്ന് കണ്ടു കഴിഞ്ഞാൽ മക്കൾക്ക് എന്താ ഓർമ്മ വരണ്ടേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ നമ്പർ ആണ്. ക്യാപിറ്റൽ എന്ന് കണ്ടു കഴിഞ്ഞാൽ അതെന്താ, നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റ് ആണ് എന്ന് എന്ത് ചെയ്യണം മക്കള്, മനസ്സിലാക്കാൻ പറ്റണം കേട്ടോ. അപ്പൊ ഓൾറെഡി സാറ് പറഞ്ഞു നമ്മളിങ്ങനെ കളക്ട് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഒബ്ജക്ട്സ്, അത് എലമെന്റ്സ് എന്നാണ് പറയുക. അപ്പൊ ഈ എലമെന്റ്സ് നമ്മൾ എന്ത് ചെയ്യും, എങ്ങനെയാ നമ്മൾ എഴുതാം? സെറ്റിന്റെ ഉള്ളിൽ ആ സെറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യുന്നത്? പലതരത്തിൽ റെപ്രസെന്റേഷൻ ഉണ്ട്. ഇപ്പൊ സാർ ഇവിടെ എഴുതിയേക്കുന്ന തന്നെ ഒരു റെപ്രസെന്റേഷൻ ആണ്. അത് സാർ ഡീറ്റെയിൽഡ് ആയിട്ട് സാർ പഠിപ്പിക്കാം. ഇവിടെ മക്കൾ എന്ത് ചെയ്യുക, ആ ബ്രേസസ് എന്ന് പറയുന്ന ബ്രാക്കറ്റിന്റെ ഉള്ളിൽ സാർ എന്ത് ചെയ്തു, ആ നമ്പേഴ്സിന്റെ കളക്ഷൻ എഴുതി വെച്ചേക്കാണ്. അപ്പൊ ഇതാണ് ആക്ച്വലി ഇൻ ദ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. മക്കളെ ക്യാപിറ്റൽ ലെറ്റർ എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. ഇനി ഈ നാച്ചുറൽ നമ്പേഴ്സിൽ പോയിട്ട് സാർ ഒരാൾ ഇൻക്ലൂഡ് ചെയ്യാണ്, 0 എന്ന് പറയുന്ന നമ്മൾ ഒരു നമ്പർ കൂടി സാർ ഇൻക്ലൂഡ് ചെയ്യാണ്. അപ്പൊ നമുക്ക് നോക്കാം രണ്ടാമത്തത് അതിനെ എന്താ വിളിക്കുക, ഹോൾ നമ്പേഴ്സ്. ഓൾറെഡി അറിയുന്നതാണ്, പക്ഷെ ലെറ്റർ ഡിനോട്ടേഷൻ അറിയില്ലെങ്കിൽ അതാണ് മക്കൾ പഠിക്കേണ്ടത്. ഹോൾ നമ്പേഴ്സിന്റെ ലെറ്റർ ഡിനോട്ടേഷൻ എന്താ, W ആണ് കേട്ടോ. എന്താണ് W, മറക്കരുതേ. അപ്പൊ ആരും കൂടി വന്നിട്ടുണ്ടെങ്കിൽ 0 കൂടിയും വന്നിട്ടുണ്ട്, 0 1 2 3 4 എക്സെട്ര. ഇനി ഈ ഹോൾ നമ്പേഴ്സിന്റെ കളക്ഷനിൽ സാർ എന്ത് ചെയ്യാണ്, കുറച്ച് പേര് കൂടി ഇൻക്ലൂഡ് ചെയ്യാണ്. വേറെ ഒന്നല്ല, ഇപ്പൊ 0 ഉണ്ട്, 1 2 3 4 എക്സെട്ര ഉണ്ട്. ഇതിന്റെ ഒപ്പം സാറ് -1 -2 -3 അങ്ങനെ നെഗറ്റീവ് ആയിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സിനെല്ലാം നെഗറ്റീവ് ഇട്ട് നെഗറ്റീവ് നമ്പേഴ്സ് സാർ എന്ത് ചെയ്യാണ്, ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാണ്. അപ്പൊ അത് ഏത് സെറ്റ് ആയിട്ട് മാറോടാ, അതിനെയാണ് നമ്മൾ സെറ്റ് ഓഫ് ഓൾ ഇന്റിജേഴ്സ് എന്ന് വിളിക്കുന്നത് കേട്ടോ. ഇനി വേറൊരു കാര്യം സാർ പറയട്ടെ, ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഡോട്ട് 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 ഇട്ടേക്കണം, എന്താണ് ഉദ്ദേശിക്കുന്നത്? ദാറ്റ് മീ എന്താ ഇൻഡിക്കേറ്റ്സ് ഇത് എക്സിട്ര കുറേ ഇൻഫിനിറ്റ്ലി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഒരിക്കലും അവസാനം ഇല്ല കേട്ടോ. അതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ ഇവിടെയൊക്കെ ഹോൾ നമ്പേഴ്സിന് ഒരു അവസാനം ഇല്ലല്ലോ, സ്റ്റാർട്ടിങ് ഫ്രം 0, പക്ഷെ ഇവിടെ ഒരു അവസാനം ഇല്ലല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്റിജേഴ്സ് എങ്ങനെ എഴുതും? ഇന്റിജേഴ്സിന്റെ ലെറ്റർ ഡിനോട്ടേഷൻ എന്തായിരിക്കും? സ്വാഭാവികമായിട്ട് നിങ്ങളുടെ മനസ്സിൽ പോയിട്ടുണ്ടാവുന്ന സാർ പറയട്ടെ, I എന്ന് പറയുന്ന ഒരു ലെറ്റർ വന്നിട്ടുണ്ടാവും കേട്ടോ. നിങ്ങളൊന്ന് ആലോചിച്ചാൽ, കാരണം നാച്ചുറൽ നമ്പേഴ്സിന്റെ ഫസ്റ്റ് ലെറ്റർ N, ഹോൾ നമ്പേഴ്സിന്റെ ഫസ്റ്റ് ലെറ്റർ W. പക്ഷെ അങ്ങനെയല്ല, Z ആണ്, മറക്കരുത്. Z എന്നുള്ളതാണ് എന്ത്, ഇന്റിജേഴ്സിന്റെ ഡിനോട്ടേഷൻ. സെറ്റ് ഓഫ് ഓൾ ഇന്റിജേഴ്സ് Z. അതേപോലെ മക്കളെ ശ്രദ്ധിച്ചു, ഇവിടെ 0 ഉണ്ട്, അതേപോലെ 1 2 3 അത് 4 പോസിറ്റീവ് ആയിട്ടുള്ള നമ്മുടെ നമ്പേഴ്സ് ഇങ്ങനെ എക്സെട്ര പോയിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ -1 -2 -3 നെഗറ്റീവ് ആയിട്ടുള്ള നമ്പേഴ്സ് ഇവിടെ ഇങ്ങനെ ഡോട്ട് 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 വെച്ചേക്കണം എക്സെട്ര. അത് ഇങ്ങനെയാണ് എഴുതുക കേട്ടോ. സെറ്റ് ഓഫ് ഓൾ ഇന്റിജേഴ്സ് നമ്മൾ ഇങ്ങനെയാണ് എഴുതുക. ഓക്കെ, യെസ്. ഇനി ഇന്റിജേഴ്സും പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഠിക്കാനുള്ളത്, ശരിക്കും നമുക്ക് ഇനി അറിയേണ്ട നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്ന ഒരു നമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്ന നമ്പേഴ്സ്. അതിനു മുമ്പ് റിയൽ നമ്പേഴ്സ് പറയുന്നതിന് മുമ്പ് റിയൽ നമ്പേഴ്സ് കൺസിസ്റ്റ് ഓഫ് കളക്ഷൻ ഓഫ് വേറെ 2 നമ്പേഴ്സ് ആണ്. അപ്പൊ മക്കൾ കേട്ടിട്ടുണ്ട് എന്താണ് റാഷണൽ നമ്പർ. എന്താണ് മക്കളെ റാഷണൽ നമ്പർ? യെസ്, റാഷണൽ നമ്പർ അത് Z+ അറിഞ്ഞിരുന്നോളൂ കേട്ടോ. Z+ അതേപോലെ ഒന്ന് അറിഞ്ഞിരുന്നോളൂ. Z+ എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, Z-ന്റെ മുകളിൽ മക്കൾ പ്ലസ് ഇട്ട് കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് ആയിട്ടുള്ള ഇന്റിജേഴ്സ് ആണ്. 1 2 3 4. 0 എന്തുകൊണ്ടാണ് സാർ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാതിരുന്നത്? പോസിറ്റീവ് ഇന്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ ഇന്റിജേഴ്സിൽ പോസിറ്റീവ് ആയിട്ടുള്ള ആളുകൾ എവിടെ നിന്നാണ്? 1 2 3 4 കണ്ടോ, ഇവിടെ നിന്നാണ് പോസിറ്റീവ് ഇന്റിജേഴ്സ്. ഇതിൽ സാറ് 0 ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലല്ലോ. എന്താ കാരണം? 0 ഈസ് നെയ്തർ പോസിറ്റീവ് നോർ നെഗറ്റീവ്. 0 പോസിറ്റീവിലും പെടുത്താൻ പറ്റില്ല,
നെഗറ്റീവിലും എടുത്താൻ പറ്റില്ല കേട്ടോ. 0 is a whole number എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോ 1 2 3 ശരിക്കും ഇതും തന്നെയാ മക്കളെ, നാച്ചുറൽ നമ്പേഴ്സ് തന്നെയാണ്. പക്ഷെ എവിടെയെങ്കിലും മക്കള് Z+ എന്ന് കണ്ടു, Z+ എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് അറിഞ്ഞിരിക്കുക, അത് പോസിറ്റീവ് ആയിട്ടുള്ള ഇന്റിജേഴ്സ് ആണ് എന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. ഓക്കെ, പിന്നെ സാർ പറഞ്ഞ റാഷണൽ നമ്പർ, അത് കഴിഞ്ഞിട്ട് മക്കൾ എന്ത് ചെയ്യുക, റാഷണൽ നമ്പർ എഴുതാം. റാഷണൽ നമ്പറിനെ ഡിനോട്ട് ചെയ്യുന്ന ഒരു ലെറ്റർ Q ആണ് കേട്ടോ. ഇത് അറിഞ്ഞിരിക്കുക, കാരണം ഇവിടെയൊക്കെ നമുക്ക് എക്സാമിന് ഇങ്ങനെ കാണാൻ പറ്റും ഡിനോട്ടേഷൻസ്. Q ഒന്നും അങ്ങനെ നിങ്ങൾക്ക് അത്രയ്ക്ക് ഇല്ല, പക്ഷേ അറിഞ്ഞിരിക്കണം കേട്ടോ. Q എന്ന് പറയുന്നത് എന്താണ്, സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ് ആണ്. റാഷണൽ നമ്പേഴ്സ് എന്ന് വെച്ചാൽ എന്താ, P/Q ഫോമിൽ എഴുതുന്ന നമ്പേഴ്സ് where P and Q are integers, where P and Q are integers. P യും Q എന്താ മക്കളെ, integers ആണ്. അതേപോലെ തന്നെ എന്താണ്, Q എന്താവാൻ പാടില്ല, 0 ആവാൻ പാടില്ല. ഇത്രയും കണ്ടീഷൻ ഉണ്ട്. P/Q ഫോമിൽ എഴുതുന്ന നമ്പേഴ്സ് ആണ് എന്ത്, റാഷണൽ നമ്പേഴ്സ്. അതിൽ P യും Q യും ഇന്റിജേഴ്സ് ആണ്. Q എന്താവാൻ പാടില്ല, 0 ആവാൻ പാടില്ല. ഓക്കെ, അപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ സാറിന് എന്ത് പറയാം, 1/2. 1/2 ഒരു എന്താണ്, റാഷണൽ നമ്പർ ആണ്. കാരണം മുകളിലും ഇന്റിജർ, അടിയിലും ഇന്റിജർ. അടിയിൽ 0 ആവാൻ പാടില്ല എന്നല്ലേ പറയുന്നുള്ളൂ. ഇനി -3/5 ഇതൊരു റാഷണൽ നമ്പർ ആണ്. കാരണം മുകളിൽ ഇന്റിജർ, അടിയിലും ഇന്റിജർ. ജസ്റ്റ് സാറ് വെറുതെ 1 എന്ന് എഴുതി, അതൊരു റാഷണൽ നമ്പർ ആണോ? ഡെഫിനറ്റ്ലി 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/1 ആണ് അല്ലെ. അല്ലെങ്കിൽ 2 എന്ന് പറഞ്ഞാൽ 2/1 ആണ്. അപ്പൊ ഈ എല്ലാ നാച്ചുറൽ നമ്പേഴ്സ് എന്താ, റാഷണൽ നമ്പേഴ്സ് ആണ്. എല്ലാ ഹോൾ നമ്പേഴ്സ് എന്താ, റാഷണൽ നമ്പേഴ്സ് ആണ്. എല്ലാ ഇന്റിജേഴ്സ് എന്താ, റാഷണൽ നമ്പേഴ്സ് ആണ്. ഓക്കെ, ഹോൾ നമ്പർ 0 റാഷണൽ നമ്പർ അല്ലേ മക്കളെ, റാഷണൽ നമ്പർ ആണ് കേട്ടോ. 0/1 0, 0/2 0, 0/3 ഇതെല്ലാം 0 ആണ്. അപ്പൊ അതുകൊണ്ട് അത് P/Q ഫോമിലാണ്. പക്ഷെ സാർ 2/0 ഇത് റാഷണൽ നമ്പർ ആണോ? അല്ല. കാരണം 0 ഡിനോമിനേറ്ററിൽ അല്ലെ, അടിയിലെ അടിയിൽ കിടക്കുന്ന Q എന്താവാൻ പാടില്ല, ഒരിക്കലും 0 ആവാൻ പാടില്ല. ഇങ്ങനത്തെ നമ്പേഴ്സിന് എന്ത് വിളിക്കും, ഇത് നോട്ട് ഡിഫൈൻഡ് ആണ് കേട്ടോ. ഇത് നമ്മൾ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, ഡിഫൈൻ ചെയ്തിട്ടില്ല. ഒരു നമ്പേഴ്സ് നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യില്ല കേട്ടോ. ഡിനോമിനേറ്ററിൽ ഒരിക്കലും 0 വരാൻ പാടില്ല. ഓക്കെ, അപ്പൊ റാഷണൽ നമ്പേഴ്സ് ക്ലിയർ ആണല്ലോ. റാഷണൽ നമ്പേഴ്സിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ Q ആണ്. പിന്നെ റാഷണൽ നമ്പേഴ്സ് നമ്മളിങ്ങനെ സെറ്റിന്റെ ഉള്ളിൽ ഒന്നും എഴുതില്ല കേട്ടോ. കാരണം എന്തുകൊണ്ടാ, നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റില്ല. കാരണം കുറേ റാഷണൽ നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫ്രാക്ഷൻസും ഇതൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു കോമൺ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് എന്താണ് റെപ്രസെന്റേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു ലെറ്റർ ഉണ്ട് എന്താ, Q എന്ന് കണ്ടു കഴിഞ്ഞാൽ മക്കൾക്ക് മനസ്സിലാക്കാൻ പറ്റണം അത് സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ് ആണ്. എടാ, റാഷണൽ നമ്പേഴ്സ് അല്ലാത്ത നമ്പേഴ്സ് അത് ഏത് നമ്പേഴ്സാ? അതായത് ഇപ്പൊ P/Q ഫോമിൽ എഴുതാൻ പറ്റില്ല. P യും Q യും ഇന്റിജേഴ്സ് ആയിട്ടുള്ള രീതിയിൽ P/Q ഫോമിൽ എഴുതാൻ പറ്റാത്ത കുറച്ച് നമ്പേഴ്സ് ഉണ്ട്. ഓൾറെഡി കണ്ടുപരിച്ചിട്ടുണ്ടല്ലോ മക്കൾ, എന്താണത്, T അല്ലെ. ഓൾറെഡി അറിയാം മക്കൾക്ക്. T എന്ന് പറയുന്ന ലെറ്റർ ആണ് പഠിക്കാത്തത്. സെറ്റ് ഓഫ് ഓൾ ഇറാഷണൽ നമ്പേഴ്സ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ √2 ഇറാഷണൽ നമ്പേഴ്സിന് എക്സാമ്പിൾ √2. കാരണം √2നെ നമുക്ക് √2/1 എന്ന് എഴുതാം. ഇറ്റ് ഇസ് ഇൻ ദ ഫോം ഓഫ് P/Q. പക്ഷേ റാഷണൽ ഫോം അല്ല. കാരണം P/Q മാത്രം ഇതേ പോരാ, P യും Q യും ഇന്റിജേഴ്സ് ആയിരിക്കണം. അപ്പൊ √2 എന്ന് പറയുന്ന ഒരിക്കലും എന്തല്ല, ഒരു ഇന്റിജർ അല്ല. അപ്പൊ ഈ √2 എന്ന് പറയുന്ന നമ്പേഴ്സിനൊക്കെ നമ്മൾ എന്തിലാ കാറ്റഗറൈസ് ചെയ്യുക, ഇറാഷണൽ നമ്പേഴ്സിലാണ്. √2 √3 √5 ഇത്തരം നമ്പേഴ്സ് എല്ലാം എന്താണ് മക്കളെ, ഇറാഷണൽ നമ്പേഴ്സ് ആണ്. അപ്പൊ T എന്ന് പറയുന്നത് എന്താണ്, ഇറാഷണൽ നമ്പർ ആണ്. സെറ്റ് ഓഫ് ഓൾ ഇറാഷണൽ നമ്പർ. ഇതൊക്കെ ജസ്റ്റ് ഈ സാർ 5th ഉം 6th ഉണ്ടല്ലോ മക്കളെ, ജസ്റ്റ് ഒന്ന് അറിവിലേക്ക് വെക്കാൻ വേണ്ടി സാർ പറഞ്ഞതാണ്. ദെൻ 7th വൺ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 12th ഒക്കെ ആകുമ്പോൾ നമ്മൾ എപ്പോഴും കോമൺലി യൂസ് ചെയ്യുന്ന ഒരു ലെറ്റർ ആണ് ക്യാപിറ്റൽ ലെറ്റർ R. R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. അപ്പൊ ഈ റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ റാഷണൽ നമ്പേഴ്സും ഇറാഷണൽ നമ്പേഴ്സിന്റെയും എന്താണ്, ഒരു കളക്ഷൻ ആണ്. റാഷണൽ നമ്പേഴ്സിൽ എല്ലാം ഉണ്ടായിരുന്നു അല്ലെ. ഇവിടെ മുകളിൽ കിടക്കുന്ന എല്ലാ നമ്പേഴ്സും എവിടെ ഉണ്ട്, റാഷണൽ നമ്പേഴ്സിലുണ്ട്. പിന്നെ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് വെച്ചാൽ റാഷണൽ നമ്പേഴ്സ് അല്ലാത്ത ഇവന്മാര്, അപ്പൊ അതും ഇതിലുണ്ട്. എടാ, റാഷണൽ നമ്പേഴ്സും ഇറാഷണൽ നമ്പേഴ്സും കൂടി ചേർന്നതാണ് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എടാ ഒരു 10th ബേസിക്സിൽ പഠിച്ച് വന്ന ഒരു കുട്ടിക്ക് സാറ് ചോദിക്കുകയാണ് മക്കളോട്, വിച്ച് ഇസ് ദ ലാർജസ്റ്റ് നമ്പർ? മക്കളെ, ഏതാണ് ലാർജസ്റ്റ് നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടിപ്പോയി പറയേണ്ടത് എന്താ, റിയൽ നമ്പേഴ്സ്. കാരണം നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാ നമ്പേഴ്സും അടങ്ങിയിട്ടുള്ള നമ്പർ സിസ്റ്റം ആണ് എന്ത്, റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ അതിനെ ഡിനോട്ട് ചെയ്യുന്ന എന്താണ്, ക്യാപിറ്റൽ ലെറ്റർ R. അപ്പൊ സാർ ഇപ്പൊ പഠിപ്പിച്ചെന്താണ്, സം സ്റ്റാൻഡേർഡ് ഡിനോട്ടേഷൻസ് ആണ്. സെറ്റ്സ്, ചില സെറ്റ്സിന് നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലെറ്റേഴ്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിനോട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. യെസ്, മറക്കരുതേ. അപ്പോ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് നമുക്ക് പോവാം. ആൻഡ് വേറൊന്നല്ല, സാർ ഓൾറെഡി പറഞ്ഞു റെപ്രസെന്റേഷൻ. സെറ്റിന് എത്ര റെപ്രസെന്റേഷൻ എന്താ സാർ പറഞ്ഞേ, there are 2 representations അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം മക്കളെ, ആ റെപ്രസെന്റേഷൻ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നുമില്ല,
ഫസ്റ്റ് വൺ റോസ്റ്റർ ഫോം, അല്ലെങ്കിൽ നമുക്ക് അതിനെ ടാബുലാർ ഫോം എന്ന് വിളിക്കാം. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് സെറ്റ് ബിൽഡർ ഫോം. ഓക്കെ, ഇതിൽ ഒരെണ്ണം ഓൾറെഡി റെപ്രസെന്റ് ചെയ്തുട്ടാ നിങ്ങൾ. സാർ പറഞ്ഞില്ലേ ബ്രേസസ് ബ്രാക്കറ്റിന്റെ ഉള്ളിൽ കുറച്ച് നേരത്തെ നാച്ചുറൽ നമ്പേഴ്സ് മക്കൾ ഇങ്ങനെ 1, 2, 3 ഇട്ട് എഴുതിയപ്പോൾ സാർ പറഞ്ഞു ഇത് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു റെപ്രസെന്റേഷൻ ആണ് കേട്ടോ, സെറ്റിന്റെ ഒരു റെപ്രസെന്റേഷൻ ആണ്. യെസ്, അപ്പൊ ഇതാ നമുക്ക് നോക്കാം മക്കളെ, നീറ്റായിട്ട് എഴുതി വെക്കുക. റെപ്രസെന്റേഷൻ ഓഫ് സെറ്റ്സ്. സെറ്റ്സിന് രണ്ട് റെപ്രസെന്റേഷൻ ഉണ്ട്. എ സെറ്റ് ക്യാൻ ബി റെപ്രസെന്റഡ് ഇൻ 2 ways. And the first one is roster form. Roster അല്ലെങ്കിൽ അതിന് ടാബുലാർ എന്ന് പറയുന്ന വേർഡ് കൂടി യൂസ് ചെയ്യുക. ടാബുലാർ ഫോം എന്ന് യൂസ് ചെയ്യുക കേട്ടോ, പറയാം. And the second one is set builder form. Second one is set builder form. അപ്പൊ നമുക്ക് ആദ്യം റോസ്റ്റർ ഫോം എന്താണെന്ന് പഠിക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ സാർ എന്താണ് റോസ്റ്റർ ഫോം എന്ന് സാറെ പഠിപ്പിക്കാൻ പോവാണ് കേട്ടോ. ഓക്കെ ആണല്ലോ? യെസ്. അപ്പോ വീണ്ടും ഒരു ഹെഡിങ് മക്കൾ കൊടുക്കുക, റോസ്റ്റർ ഫോം എന്നൊരു ഹെഡിങ് കൊടുക്കാം. റോസ്റ്റർ ഫോം. യെസ് എടാ മക്കളെ, റോസ്റ്റർ ഫോം ആണ് കേട്ടോ സാർ പറഞ്ഞ ആള്. നേരത്തെ നമ്മളെ നാച്ചുറൽ നമ്പേഴ്സ് ഒക്കെ എഴുതിയപ്പോൾ 1, 2, 3 ഇങ്ങനെയൊക്കെ ഇട്ട് എഴുതിയില്ലേ, ഏതിൻ്റെ ഉള്ളിലാണ് ബ്രേസസ്, ആ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ എഴുതിയില്ലേ, ആ റെപ്രസെന്റേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, റോസ്റ്റർ ഫോം എന്ന് വിളിക്കുക. ആ റെപ്രസെന്റേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, റോസ്റ്റർ ഫോം എന്ന് വിളിക്കുക. അപ്പൊ എന്താണ് റോസ്റ്റർ ഫോം എന്ന് സാർ ഇവിടെ പറയുന്നത്? ഇൻ റോസ്റ്റർ ഫോം all the elements of a set. അതായത് ഈ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഈ കളക്ട് ചെയ്യുന്ന ഒബ്ജക്ട്സ് ഉണ്ടല്ലോ, അപ്പൊ ആ കിട്ടുന്ന ആ ഒബ്ജക്ട്സിനെയാണ് നമ്മൾ എലമെന്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ആ എലമെന്റ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആർ ലിസ്റ്റഡ്, നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നു. The elements are being listed, the elements are being separated by commas. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ എലമെന്റ്സിനെ ലിസ്റ്റ് ചെയ്യാണ്. ആ എലമെന്റ്സ് നമ്മൾ എന്ത് ചെയ്യാണ്, സെപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാ, നമുക്ക് മനസ്സിലാവണ്ടേ, ഇതൊരു എലമെന്റ്, ഇതൊരു എലമെന്റ്, ഇത് നെക്സ്റ്റ് എലമെന്റ്, അങ്ങനെ മനസ്സിലാവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, കോമ വെച്ച് നമ്മൾ എന്ത് ചെയ്യും, അതിനെ സെപ്പറേറ്റ് ചെയ്യും. ആൻഡ് ആർ എൻക്ലോസ്ഡ് വിത്ത് ബ്രേസസ്. ബ്രേസസ് എന്ന് പറയുന്ന ബ്രാക്കറ്റ് കേട്ടോ, ഏതായിരുന്നു ആ ബ്രാക്കറ്റ്, ഓർമ്മയുണ്ടല്ലോ? അപ്പൊ ഇത്രയുള്ളൂടാ. ഇപ്പൊ സാറ് പറഞ്ഞു ഓഡ് നമ്പേഴ്സ് മക്കളെ കളക്ട് ചെയ്തു. ആ കളക്ഷൻ ഓഫ് ഓഡ് നമ്പേഴ്സ്, ആ ഓഡ് നമ്പേഴ്സ് ആണ് അവിടുത്തെ എലമെന്റ്സ്. അപ്പൊ ആ എലമെന്റ്സ് ഇപ്പൊ നമുക്കറിയാം, ഓഡ് നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാ മക്കളെ, 1, പിന്നെ 3, അങ്ങനെയാണല്ലോ. അപ്പൊ ഈ കോമ ഇടുമ്പോഴാണ് സാർ ഓരോ എലമെന്റിനെയും സെപ്പറേറ്റ് ചെയ്യുന്നത്. അതാണ് പറയുന്നത് സെപ്പറേറ്റഡ് ബൈ കോമാസ്. 1, 3, അടുത്തത് 5, then അടുത്തത് 7, then etc. ബട്ട് അത് നമ്മൾ എന്ത് ചെയ്യും, എൻക്ലോസ്ഡ് ചെയ്യും അല്ലെ, എൻക്ലോസ്ഡ്. ആൻഡ് ആർ എൻക്ലോസ്ഡ്, നമ്മൾ ക്ലോസ് ചെയ്യണ്ടേ ആ ഒരു കളക്ഷൻ, അത് നമ്മൾ ക്ലോസ് ചെയ്യുന്നത് യൂസിങ് എന്താണ്, ബ്രേസസ് വെച്ചിട്ടാണ്. ബ്രേസസ് എന്ന് പറയുന്നത് എന്താണ്, ഈ ബ്രാക്കറ്റിനെ വിളിക്കുന്ന പേരാണ് ട്ടോ മക്കളെ. ഇനി when writing the set in roster form all elements are distinct. എന്താ അതിന്റെ മീനിങ് മക്കളെ? all elements are distinct എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ what is the meaning of the word distinct actually? ഡിസ്റ്റിങ്ക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മക്കളെ, ഡിഫറെന്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഓരോ ലെറ്റേഴ്സും എന്തായിരിക്കണം, ഡിഫറെന്റ് ആയിരിക്കണം when writing the set in roster form. അപ്പൊ നമ്മൾ ഈ ഓരോ എലമെന്റ്സിനും ഡിഫറെന്റ് ആയിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ സാറ് 1 ഓൾറെഡി എഴുതി, പക്ഷെ പിന്നീട് ഒരു 1 നമുക്ക് പിന്നെ വരരുത്, റിപ്പീറ്റേഷൻ വരാൻ പാടില്ല. എല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള എലമെന്റ്സ് ആയിരിക്കണം. ഇൻ കേസ് റിപ്പീറ്റേഷൻ വരുന്നുണ്ടെങ്കിലും നമ്മളത് എഴുതരുത്. അതിനിപ്പോ ഒരു എക്സാമ്പിൾ സാറിന് പറയാനുള്ളത്, മക്കളോട് പറയാണ് മക്കളെ, മലയാളം സാറ് പറയാണ് മക്കളെ കളക്ട് ചെയ്യുക. നിങ്ങൾക്കൊരു ഡ്യൂട്ടി തരാണ് സാറ്. വാട്ട് ഈസ് എ കളക്ഷൻ ഓഫ് ലെറ്റേഴ്സ് ഓഫ് ദി വേർഡ് മലയാളം? സാറ് എഴുതാൻ പറയാണ്. അത് സെറ്റാക്കി എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾ എന്ത് ചെയ്യും, ഇപ്പൊ സെറ്റിന്റെ ഉള്ളിൽ, സെറ്റ് ബ്രാക്കറ്റ് അല്ലെ, ബ്രേസസിന്റെ ഉള്ളിൽ ഫസ്റ്റ് ലെറ്റർ എം ആണ്, കളക്ട് ചെയ്തു. അടുത്ത ലെറ്റർ കോമിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എഴുതും അല്ലെ. അടുത്ത ലെറ്റർ എ ആണ്. അടുത്ത എലമെന്റ് കളക്ട് ചെയ്ത് തീർക്കുമ്പോൾ എൽ ആണ്. അപ്പൊ അത് സെപ്പറേറ്റ് ചെയ്യാൻ കോമ ഇട്ട് എൽ എഴുതി, കോമ അടുത്ത ലെറ്റർ എ ആണ്. പക്ഷെ ഓൾറെഡി സാർ അവിടെ എ എഴുതി. സോ എന്ത് എഴുതണ്ട സാറിന്, വീണ്ടും ആ എ എഴുതണ്ട എന്നാണ് സാർ ഉദ്ദേശിച്ചത്. അതായത് നമ്മൾ ഈ റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോൾ നമ്മൾ കളക്ട് ചെയ്തോ, ഈവൻ ദോ നമുക്ക് ആ ലെറ്റർ വീണ്ടും വരുന്നുണ്ട്. കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ എലമെന്റ്സും ഇങ്ങനെ ഒബ്ജക്റ്റുകൾ നമ്മൾ കളക്ട് ചെയ്യുക എന്ന് പറഞ്ഞ ലെറ്റേഴ്സ് ആണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. പക്ഷേ വീണ്ടും നമ്മൾ ആ ഒരു ലെറ്റർ വരുമ്പോൾ സാർ എന്ത് ചെയ്യില്ല, ആ ലെറ്റർ എഴുതില്ല. നെക്സ്റ്റ് എന്താ എഴുതാ സാറ്, എ വേണ്ട ഓൾറെഡി എഴുതി, വൈ എഴുതും. എഗെയിൻ ആ എ വരുന്നുണ്ട്, സാർ ഓൾറെഡി എഴുതിയതുകൊണ്ട് വീണ്ടും എഴുതില്ല. എൽ വരുന്നുണ്ട്, എൽ സാർ ഓൾറെഡി എഴുതിയതുകൊണ്ട് എഴുതില്ല. നെക്സ്റ്റ് എ ആണ്, എ ഓൾറെഡി സാർ എഴുതി, എഴുതില്ല. എം ആണ്, എം ഓൾറെഡി സാർ എഴുതി, എഴുതില്ല. അപ്പൊ സാറ് പറഞ്ഞ ആ ഒരു കളക്ഷൻ ഓഫ് ലെറ്റേഴ്സ് ഓഫ് ദി വേർഡ് മലയാളം എന്ന് പറയുന്ന സെറ്റ് എഴുതി കഴിഞ്ഞാൽ, സെറ്റ് ഓഫ് ലെറ്റേഴ്സ് ഇൻ ദ വേർഡ് മലയാളം
എന്ന് സാർ ചോദിച്ചാൽ ഇതാണ് മക്കളെ എഴുതേണ്ട എക്സാമിന്. ഇത് എഴുതിയാലാണ് നമുക്ക് മാർക്ക് കിട്ടുക. അപ്പൊ എന്ത് ചെയ്യുക, സാർ പറഞ്ഞ ഒരു പോയിന്റ് കൂടി ലാസ്റ്റ് ആഡപ്പ് ചെയ്ത് കൊടുക്കുക. വെൻ റൈറ്റിംഗ് ദ സെറ്റ് ആൻഡ് റോസ്റ്റർ ഫോം ഓൾ എലമെന്റ്സ് ആർ ഡിസ്റ്റിങ്ക്ട്. ഡിസ്റ്റിങ്ക്ട് മീൻസ് എന്താണ്, ഡിഫറെന്റ് ആയിരിക്കണം. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി ഒരു കാര്യം കൂടി, ഒരു ചെറിയ ഡിനോട്ടേഷൻ ആണ് സാർ പഠിപ്പിക്കുന്നത്. അതായത് ഇപ്പൊ 1 എന്ന് പറയുന്നത് ഈ സെറ്റിന് ഒരു പേര് കൊടുക്കാണ്ട് സാറ്, എ എന്ന് പറയുന്ന ഒരു പേര് സാറ് കൊടുക്കാണേ. അപ്പോ 1 എന്ന് പറയുന്നത് ഇതിൽ എന്താണ്, ഒരു എലമെന്റ് ആണ് അല്ലെ. 1 ഈസ് ആൻ എലമെന്റ് ഓഫ് എ. 1 ഈസ് ആൻ എലമെന്റ്. സാറിന് പറയാം 1 ഈസ് ആൻ എലമെന്റ് ഓഫ് എ എന്ന് സാറിന് പറയാം അല്ലെ. 1 ഈസ് ആൻ എലമെന്റ് ഓഫ് എ. എന്നാൽ ഇതേപോലെ തന്നെ 1/2 എന്ന് പറയുന്ന ഒരു നമ്പർ എടുത്തു കഴിഞ്ഞാൽ 1/2 ഇതിലേ ഉണ്ടാവും മക്കളെ. സാർ ഇതേക്കുന്ന എന്താ, ഓഡ് നമ്പേഴ്സിന്റെ സെറ്റ് ആണ്. വേണ്ട 1/2 വേണ്ട, ജസ്റ്റ് സാറ് 2 എടുക്കാണ്. ഇത് ഓഡ് നമ്പേഴ്സിന്റെ സെറ്റ് ആയിരുന്നല്ലോ. സാറ് 2 എടുക്കാണ്. 2 ഇതിൽ ഉണ്ടാവും മക്കളെ, 2 ഇതിൽ ഇല്ല. അപ്പൊ സാറിന് പറയാം 2 ഈസ് നോട്ട് ആൻ എലമെന്റ് ഓഫ് എ. 2 ഈസ് നോട്ട് ആൻ എലമെന്റ് ഓഫ് എ. 2 എന്ന് പറയുന്നത് എയുടെ ഒരു എലമെന്റ് അല്ല. യെസ്. എടാ ഈ രണ്ട് കേസിലും നമ്മൾ ഇങ്ങനെ സെന്റൻസ് ആയിട്ട് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യും, ഒരു ചെറിയ ഡിനോട്ടേഷൻ ഉണ്ട്. അതാണ് സാറ് പഠിപ്പിക്കാൻ പോകുന്നത് കേട്ടാ. 1 ഈസ് ആൻ എലമെന്റ് ഓഫ് എ എന്ന് പറയുന്നതിന് പകരം നമുക്ക് ഇങ്ങനെ എഴുതാം, 1 എന്താണ്, ബിലോങ്സ് ടു എ. അതായത് ഈ ഒരു സിമ്പിൾ യൂസ് ചെയ്യാം. ഇത് ആക്ച്വലി ഒരു ഗ്രീക്ക് ലെറ്റർ ആണ് കേട്ടോ. ഗ്രീക്ക് ലെറ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ വേർവ് ലെങ്ത്തിനൊക്കെ നമ്മൾ ഫിസിക്സിൽ 10th എങ്ങനെയാണ് അപ്ലൈ ലാംഡ, ഇങ്ങനെ ഒരു സിമ്പിൾ കണ്ടിട്ടില്ലേ മക്കള്? ഐ മീൻ ഇങ്ങനെ ഒരു ലെറ്റർ യൂസ് ചെയ്യാറില്ലേ? ഇതൊരു ഗ്രീക്ക് ലെറ്റർ ആണ് അല്ലെ. ലാംഡ എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ ഇവിടെ എപ്സിലോൺ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് ലെറ്റർ ആണ് കേട്ടോ. ഓക്കെ, പക്ഷേ അതൊന്നും മക്കൾ അറിഞ്ഞിരിക്കണമെന്നില്ല. ജസ്റ്റ് ഗ്രീക്ക് ലെറ്റർ. പക്ഷെ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ നമ്മൾ 1 ഈസ് ആൻ എലമെന്റ് ഓഫ് എ ഓർ 1 ബിലോങ്സ് ടു എ. എന്ന് പറയുന്ന സെറ്റിലുള്ളതാണ് 1 നമ്മൾ പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സിമ്പിൾ ആണ് കേട്ടോ. 1 ഈസ് ആൻ എലമെന്റ് ഓർ 1 ബിലോങ്സ് ടു. ഈ ഒരു വേർഡ് ബിലോങ്സ് ടു ഇസ് ആൻ എലമെന്റ് എന്നൊക്കെ പറയുന്ന യൂസ് ചെയ്യുന്ന ആ ഒരു എന്താണ്, സിമ്പിൾ ആണ്. ഇങ്ങനെ ഒരു ഇ പോലെ അല്ലെ. എന്നാ എന്താ പറയാ, ഇങ്ങനെ ആയിട്ട് എഴുതണം. സി പോലെ ഇട്ടിട്ട് ഒരു വരയിടാം. യെസ് മക്കളെ, 2 ഈസ് നോട്ട് ആൻ എലമെന്റ് ഓഫ് എ. അതേപോലെ തന്നെയാണ് 2 എന്ന് പറയുന്നത് എയുടെ എലമെന്റ് അല്ല, അല്ലെങ്കിൽ 2 നോട്ട് ബിലോങ്സ് ടു എ. 2 എന്ന് പറയുന്നത് എയിലില്ല എന്ന് പറയാനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഓക്കെ, നോട്ട് ഈക്വൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ, അല്ല. ഇപ്പൊ ഈ എല്ലാ എന്ന് കാണിക്കാൻ എപ്പോഴും ആ സിമ്പിളിന് എന്തിട്ടാൽ വെട്ടിട്ടാൽ മതി. അതായത് ഇതാണ് നമ്മളെ സിമ്പിൾ ബിലോങ്സ് ടു അല്ലെ. ഇതിനെ പോയിട്ട് മക്കൾ വെട്ടിട്ട് കഴിഞ്ഞാൽ അല്ലെ, ഒരു ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ദാറ്റ് ഈസ് 2 is not an element of A, അല്ലെങ്കിൽ 2 does not belongs to A. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പൊ ഈ സിമ്പിൾ മക്കൾ എന്ത് ചെയ്യുക, എഴുതി വെച്ചോളൂ. ഒരു നോട്ടായിട്ട് മക്കൾ എന്ത് ചെയ്യുക, എഴുതി വെക്കുക. ഇഫ് എ കോമൺ ആയിട്ട് ജനറൽ ആയിട്ട് സാർ പറയുകയാണ്, എ എന്ന് പറയുന്ന ഈസ് എൻ എലമെന്റ് ഇൻ ദ സെറ്റ് എ. സ്മോൾ ലെറ്റർ എ അതെന്താണ്, ഈ എ എന്ന് പറയുന്ന സെറ്റിൽ ഒരു എലമെന്റ് ആവണമെങ്കിൽ, എലമെന്റ് ആണെങ്കിൽ then it is denoted by എന്താണ്, A belongs to capital A. കാരണം അതിലൊരു എലമെന്റ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, A is an element of A എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ലെറ്റർ ആണ് കേട്ടോ. A belongs to A. If ഇതേ A എന്ന് പറയുന്നത് not an element in the set A, അതായത് സെറ്റ് എയില ഒരു എലമെന്റ് അല്ല എന്നുണ്ടെങ്കിൽ then it is denoted by, നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യുക, A does not belongs to A. A എന്ന് പറയുന്നത് ഈ ക്യാപിറ്റൽ ലെറ്റർ എയിൽ ഇല്ല എന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, പറയാ കേട്ടോ, ഡിനോട്ട് ചെയ്യുക. അത് എഴുതി വെക്കുക. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് മക്കൾക്ക് എന്ത് ചെയ്യാം, ഇത് യൂസ് ചെയ്യാം. എക്സാമ്പിൾ A1357 എന്ന് പറയുന്ന ഒരു സെറ്റ് സാർ ഇത്ര എടുക്കുന്നുള്ളൂ. ഇത്ര എടുത്തിട്ട് മക്കൾക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ എക്സാമ്പിൾ ആയിട്ട് അവിടെ എഴുതി വെക്കുക കേട്ടോ. ഇപ്പൊ 1 belongs to A, ഇപ്പൊ 3 belongs to A എന്നൊക്കെ എഴുതാം. പക്ഷേ എന്ത് എഴുതാം, 2 does not belongs to A, otherwise 4 does not belongs to A. അങ്ങനെ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ എഴുതി വെക്കാം. അതായത് ഇത് നോക്കിക്കഴിഞ്ഞാൽ മക്കൾക്ക് മനസ്സിലാവും വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദാറ്റ് സിമ്പിൾ അല്ലെ. ഈ സിമ്പിളിന്റെ മീനിങ് ഈ ഒരു എക്സാമ്പിൾ നോക്കിക്കൊണ്ട് മക്കൾക്ക് മനസ്സിലാക്കാം. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ട് ഈ റോസ്റ്റർ ഫോമിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്ന് കാണാം, നമുക്ക് ചെയ്യാം കേട്ടോ, ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പോ സാറ് ഒരു കാര്യം കൂടിയും പറയട്ടെ, നമുക്ക് രണ്ടാമതൊരു എന്തുണ്ട്, റോസ്റ്റർ ഫോം പഠിച്ച പോലെ രണ്ടാമതൊരു റെപ്രസെന്റേഷൻ ഉണ്ട്. എന്തായിരുന്നു ഓർമ്മയുണ്ടോ? സെറ്റ് ബിൽഡർ ഫോം അല്ലെ. ആദ്യം എന്ത് ചെയ്തു സാറ്, റോസ്റ്റർ ഫോം ആണ് പഠിപ്പിച്ചത്. ഇതേ ഇപ്പൊ പഠിപ്പിച്ചു. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാണേ. അപ്പൊ രണ്ടാമത്തെ എന്താ, സെറ്റ് ബിൽഡർ ഫോം ആണ്. സെറ്റ് ബിൽഡർ ഫോം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോ നമുക്ക് ഇനി തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഓൾറെഡി സെറ്റ് ബിൽഡർ ഫോമിലായിരിക്കും.
സെറ്റ് ബിൽഡർ ഫോമിൽ തന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, റോസ്റ്റർ ഫോമിൽ എഴുതാനാണ് പോകുന്നത്. അപ്പൊ തന്നെ മക്കൾക്ക് ഏകദേശം മനസ്സിലാവും സെറ്റ് ബിൽഡർ ഫോം എഴുതുന്ന രീതിയല്ല. ഡീറ്റെയിൽഡ് ആയിട്ട് സാറ് സെറ്റ് ബിൽഡർ ഫോം സെപ്പറേറ്റ് ടോപ്പിക് പഠിപ്പിക്കാം. അപ്പൊ ആദ്യം സാർ എന്ത് ചെയ്യാണ്, സെറ്റ് ബിൽഡർ ഫോമിൽ തന്നിട്ടുണ്ടാവും, അതിന് റോസ്റ്റർ ഫോമിൽ എഴുതാനായിരിക്കും ക്വസ്റ്റ്യൻ. അതായത് ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും നോക്കിക്കോട്ടാ, റൈറ്റ് ദ ഫോളോയിങ് ഇൻ റോസ്റ്റർ ഫോം. സാറ് ഇനി പറയുന്ന ആൻസേഴ്സ് എല്ലാം റോസ്റ്റർ ഫോമിൽ എഴുതാൻ പറ്റണം. റെഡി ആണല്ലോ? യെസ്. അപ്പൊ ഇവിടെ സാറ് ഫസ്റ്റ് പറഞ്ഞേക്കുന്നത് എന്താ, a is equal to x such that x is a prime number less than 10. അതായത് a എന്ന് പറയുന്ന സെറ്റ് നമുക്ക് റോസ്റ്റർ ഫോമിൽ എഴുതണം, x such that x is a prime number less than 10. അപ്പൊ സാറ് പറഞ്ഞു ഇത് ഏത് റെപ്രസെന്റേഷൻ അല്ലേ, കാരണം റോസ്റ്റർ ഫോമിൽ എഴുതാൻ വേണ്ടി പറയാണ് നമ്മളോട്. ഓക്കെ, അപ്പൊ ഇതൊരു റെപ്രസെന്റേഷൻ അല്ലേ, ഈ റെപ്രസെന്റേഷനെയാണ് സെറ്റ് ബിൽഡർ ഫോം എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിന്റെ ടോപ്പിക്കിൽ പഠിക്കാം. പക്ഷെ അതിന് മുമ്പ് ജസ്റ്റ് ഒരു അവെയർ ആയിട്ട് വെക്കുക. അതായത് സെറ്റ് ബിൽഡർ ഫോം എഴുതുമ്പോൾ പൊതുവേ നമ്മൾ ഫസ്റ്റ് എഴുതുമ്പോൾ എക്സ് സച്ച് ദാറ്റ്, അപ്പൊ സച്ച് ദാറ്റ് സാർ പറഞ്ഞു. അപ്പോഴും നിങ്ങൾക്ക് ഡൗട്ട് ആയി, എന്താണ് സാർ ഈ രണ്ട് കുത്തിനെ പോയിട്ട് സച്ച് ദാറ്റ് എന്ന് വിളിച്ചേ? അത് ഇംഗ്ലീഷിലൊക്കെ നമ്മൾ ഇടുന്ന ഒരു സെമി കോളൻ ഒക്കെ അല്ലേ ഇതല്ലേ, സെമി കോളൻ നമ്മൾ എങ്ങനെ ഇടും അല്ലെ, എങ്ങനെ ഇടാറുണ്ട്. പിന്നെ കോളൻ യൂസ് ചെയ്യാറുണ്ട് നമ്മൾ അല്ലെ. ഇപ്പോൾ അതൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ ഡിനോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ സെന്റൻസ് ഒക്കെ എഴുതുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അല്ലെ. ഹെഡിങ്സും പലയിടത്തും കൊടുക്കുമ്പോൾ അത് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, നോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അത് കൊടുത്തിട്ടൊക്കെ എഴുതും. ഒരു ഫുൾ സ്റ്റോപ്പ് പോലെ അല്ലെങ്കിൽ അവിടെ നിർത്തിക്കൊണ്ട് അതിന്റെ കണ്ടീഷൻ എഴുതി വെക്കാനും പല കാര്യങ്ങൾക്കും നമ്മളത് യൂസ് ചെയ്യാറുണ്ട്. അപ്പോ ഇവിടെയും അത് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. പക്ഷേ അതിനെ നമ്മൾ റീഡ് ഔട്ട് ചെയ്യുന്നത് സച്ച് ദാറ്റ് എന്നാണ്. എന്താണ് ഇവിടെ റീഡ് ഔട്ട് ചെയ്യുക? സച്ച് ദാറ്റ്. എന്താണ് റീഡ് ഔട്ട് ചെയ്യുക? സച്ച് ദാറ്റ്. സാർ ഇവിടെ എങ്ങനെ യൂസ് ചെയ്യുന്നത്, റീഡ് ഔട്ട് ചെയ്യുന്നത് എക്സ് സച്ച് ദാറ്റ് എക്സ്. കണ്ടോ? അപ്പോ ഏതൊരു സെറ്റ് ബിൽഡർ ഫോം എഴുതുമ്പോഴും റോസ്റ്റർ ഫോം എഴുതുമ്പോഴും ബ്രേസസിന്റെ ഉള്ളിലാണ് എഴുതുക, അതിനൊരു ഡൗട്ട് ഇല്ല. റോസ്റ്റർ ഫോം ആണെങ്കിൽ ഓരോ എലമെന്റ്സും നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യും, കോമറ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്യും. ദ മോസ്റ്റ് സിമ്പിൾ വൺ, വളരെ സിമ്പിൾ ആണ്. പക്ഷെ സെറ്റ് ബിൽഡർ ഫോം എങ്ങനെയാണെന്ന് അറിയാം മക്കളെ, നമ്മുടെ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ ഇങ്ങനെ സ്റ്റേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എക്സ് സച്ച് ദാറ്റ് എക്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ എലമെന്റ്. അതെന്താണെന്ന് പറയണേ, അതിന്റെ കണ്ടീഷൻ അവിടെ പറയുന്നുണ്ടാവും. അതൊരു പ്രൈം നമ്പർ ആണ്, ലെസ് ദാൻ 10. എടാ അവിടെയാണ് പ്രൈം നമ്പർ എന്താണെന്ന് ഒരു കുട്ടിക്ക് അറിയേണ്ടത് അല്ലെ മക്കളെ. എന്താ പ്രൈം നമ്പർ? എന്താ പ്രൈം നമ്പർ? പ്രൈം നമ്പർ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പ്രൈം നമ്പർ ഈസ് എ നമ്പേഴ്സ് ദാറ്റ് ഹാവിംഗ് 2 ഫാക്ടേഴ്സ്. പ്രൈം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രൈം നമ്പേഴ്സ് ആർ ദ നമ്പേഴ്സ് ദാറ്റ് ഹാവിംഗ് 2 ഫാക്ടേഴ്സ് ആൻഡ് ദ 2 ഫാക്ടർ ഈസ് ദ നമ്പർ ഇറ്റ്സെൽഫ്. അതായത് 1 ഒന്നെന്തായിരിക്കും 1 ആൻഡ് ദ നമ്പർ ഇറ്റ്സെൽഫ് ആൻഡ് ദ നമ്പർ ഇറ്റ്സെൽഫ്, അതായത് ആ പറയുന്ന നമ്പർ തന്നെ ആയിരിക്കും. അങ്ങനത്തെ നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പ്രൈം നമ്പേഴ്സ് എന്ന് വിളിക്കുക. ഫോർ എക്സാമ്പിൾ 2 ഒരു പ്രൈം നമ്പറാണ്. കാരണം 2ന്റെ ഫാക്ടേഴ്സ് മക്കൾക്ക് എടുത്തു കഴിഞ്ഞാൽ 1ഉം പിന്നെ ആ നമ്പർ അല്ലെ ആ 2 തന്നെ കിട്ടുള്ളൂ. 1 × 2 2. 3 ഒരു പ്രൈം നമ്പറാണ്. കാരണം എന്തുകൊണ്ടാ? 3യുടെ ഫാക്ടേഴ്സ് എടുത്തു കഴിഞ്ഞാൽ 2 ഫാക്ടേഴ്സ് ഉണ്ടാവുള്ളൂ. ഒന്ന് 1ഉം പിന്നെ എന്തായിരിക്കും ഇവിടെ മക്കളെ 3ഉം. 1 × 3 3. ഇപ്പൊ അടുത്ത 5 പ്രൈം നമ്പറാ. കാരണം 5ന് 1ഉം ആ നമ്പർ ആയിട്ടുള്ള 5 തന്നെ ഉണ്ടാവുള്ളൂ. പക്ഷെ 4 ഒരു പ്രൈം ഫാക്ടർ അല്ല. കാരണം 1ഉം അതേപോലെ 4ഉം അതിന്റെ ഫാക്ടേഴ്സ് ആണ്. അറ്റ് ദ സെയിം ടൈം 4നെ നമുക്ക് 2 × 2 ചെയ്താലും കിട്ടും അല്ലെ. അപ്പൊ 2 എന്ന് പറയുന്നത് വേറൊരു നമ്പർ ആണ്, ഫാക്ടർ ആണ്. അപ്പൊ എത്ര ഫാക്ടേഴ്സ് ഉണ്ട്? 1 4 2 ഫാക്ടർ പിന്നെ 2 തേർഡ് ഫാക്ടർ അല്ലെ. അപ്പൊ ഇനി നമുക്ക് 4 എന്തല്ല? പ്രൈം നമ്പർ അല്ല. ഈ പ്രൈം നമ്പർ അല്ലാത്ത നമ്പേഴ്സിനാ എന്താ വിളിക്കുക? പ്രൈം നമ്പർ അല്ലാത്ത നമ്പേഴ്സിനാ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്നാണ് വിളിക്കുക. സാർ ഇങ്ങനെ പറയുന്ന സമയത്ത് എന്തെങ്കിലും സാർ അഡീഷണലി പറയുമ്പോഴോ അല്ലെ മക്കൾക്ക് ഓൾറെഡി അറിയുന്നതാണെങ്കിൽ ദാറ്റ് ഇസ് ഓക്കെ. അതർവൈസ് മക്കൾ എന്ത് ചെയ്യണം? എപ്പോഴും ലെക്ചർ നോട്ട് സൈഡിൽ എഴുതി വെക്കുക കേട്ടോ. അത് നിങ്ങൾക്കൊരു ശീലമായിട്ട് മാറണം. ഓക്കെ, അപ്പൊ എന്താണ്? പ്രൈം നമ്പേഴ്സ് അല്ലാത്ത നമ്പേഴ്സിന് നമ്മൾ എന്താ വിളിക്കുക? കോമ്പോസിറ്റ് നമ്പേഴ്സ്. കോമ്പോസിറ്റ്. ഓക്കെ, ഇത് അറിഞ്ഞിരിക്കണം കേട്ടോ. ഇത് ഓൾറെഡി അറിയാം, പക്ഷെ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നത് മാത്രം. യെസ്, അപ്പൊ പ്രൈം നമ്പേഴ്സ് ആയിട്ടുള്ള നമ്പേഴ്സ് പറഞ്ഞ മക്കളെ അത് നമ്മൾ റോസ്റ്റർ ഫോമിൽ എഴുതാണ് കേട്ടോ. സാർ ഇത് എഴുതാൻ പോണേ, ഇതിന്റെ ആൻസർ എഴുതാൻ പോണേ. A is equal to, so x such that x ആണ് നമ്മുടെ എലമെന്റ്. ആ എലമെന്റ് എങ്ങനെ ഇരിക്കണം എന്നാ പറയണേ? അതൊരു such that അതെന്താണ്? x a പ്രൈം നമ്പർ ലെസ് ദാൻ 10. അപ്പൊ 10നേക്കാൾ ആദ്യത്തെ പ്രൈം നമ്പർ എന്താ? 2 ആണ്. ദെൻ അടുത്ത പ്രൈം നമ്പർ 3 ആണ്. നെക്സ്റ്റ് പ്രൈം നമ്പർ 5 ആണ്. നെക്സ്റ്റ് പ്രൈം നമ്പർ 7 ആണ്. നെക്സ്റ്റ് പ്രൈം നമ്പർ
8 പ്രൈം നമ്പർ അല്ല, അതൊരു കോമ്പോസിറ്റ് ആണ്. 9 പ്രൈം നമ്പർ അല്ല, 10 പ്രൈം നമ്പർ അല്ല, നെക്സ്റ്റ് 11 ആണ്. എടാ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 10നേക്കാൾ ലെസ് ദാൻ ആയിട്ടുള്ള പ്രൈം നമ്പറാ. അപ്പൊ 11 ആണ് അടുത്ത പ്രൈം നമ്പർ. അത് എഴുതാൻ പറ്റുമോ? ഇല്ല, കാരണം 10നേക്കാൾ ചെറിയ പ്രൈം നമ്പർ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ ഈസ് അപ് ടു 7 വരെ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്നിലടാ നമ്മൾ ഈ പറയുന്ന കണ്ടീഷൻ വ്യക്തമായിട്ട് വായിക്കുന്നു, പ്രോപ്പറായിട്ട് വായിക്കുന്നു, അതിനനുസരിച്ച് നമ്മൾ എന്ത് കിട്ടും? ആൻസർ എഴുതുന്നു. ഇനി ഒരു കാര്യം സാറ് പറയാ, ഇപ്പൊ 2 ഉണ്ടായില്ല എന്ന് വിചാരിക്കൂ, ടീച്ചർ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ 2 ഇട്ടിട്ട് മക്കൾക്ക് മാർക്ക് തരുമോ? നോ, ഒരു ഡൗട്ടും വേണ്ട, നമ്മൾ തെറ്റിടും. അതായത് ഒരു എലമെന്റ് കുറഞ്ഞാലോ ഒരു എലമെന്റ് അധികമായിട്ട്, ഇപ്പൊ ഇവിടെ ഒരു കുട്ടി 11 എഴുതി വെച്ചേക്കാം, അപ്പോഴും ടീച്ചർ 11 ഒന്ന് വെട്ടിക്കൊടുക്കാം, ബാക്കിയുള്ള കറക്റ്റ് അല്ലേ, മാർക്ക് തരുമോ? മാർക്ക് തരാം, തരാതിരിക്കാം, തരില്ല. അപ്പോ എന്താണ്, അവിടെ ഒരു എലമെന്റ് കുറഞ്ഞാലോ സെറ്റിന്റെ ഉള്ളിൽ ഒരു എലമെന്റ് കൂടിയാലോ നമുക്ക് മാർക്ക് കിട്ടില്ല. ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് വായിച്ചിട്ട് മക്കൾ എന്ത് ചെയ്യുക? സിമ്പിൾ ആണ് സംഭവം, പക്ഷെ ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് വായിച്ചിട്ട് അത് റോസ്റ്റർ ഫോമിലേക്ക് എഴുതാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സാർ ചെയ്തപ്പോൾ നല്ല നീറ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. മക്കളെ ഇതേ സംഭവം മക്കൾ എന്ത് ചെയ്യുക? ഇനി അടുത്ത ക്വസ്റ്റ്യൻസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്ലൈ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സാർ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ആൻ ഇന്റീജർ -3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 7. മക്കളെ ഈ ഒരു ക്വസ്റ്റ്യൻ സാറിന് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് ചില ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ ചെറിയ വാരിയേഷൻസ് ഉണ്ടാവും, നിങ്ങൾക്ക് അറിയാത്ത കുറച്ച് കോൺസെപ്റ്റുകൾ വന്നേക്കാം. ഇത് ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഇനീക്വാളിറ്റി എന്ന് പറയുന്ന ലെസ് ദാൻ എന്നൊക്കെ പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പലവർക്കും ചില ഡൗട്ട് വന്നേക്കാം. കുറച്ച് പേർക്ക് ജസ്റ്റ് ബൈ യൂസിങ് യുവർ കോമൺ സെൻസ് അത് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് അത് ഉദ്ദേശിക്കുന്നുള്ളത്. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക, എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ആൻ ഇന്റിജർ. ബി എന്ന് പറയുന്ന സെറ്റ് എന്താണ്? ഇന്റിജർ ആണ് എന്ന് ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കി കേട്ടോ. എക്സ് സച്ച് ദാറ്റ് അവർ പറഞ്ഞിട്ടുണ്ട്, എക്സ് എന്താണ്? ഒരു ഇന്റിജർ ആണ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ആ ഇന്റിജർ ആരുടെ ഇടയില? -3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 7. അതായത് -3യുടെയും 7ന്റെയും ഇടയിലുള്ള ഇന്റിജേഴ്സ് ആണ്. മക്കളെ ഒന്ന് ആലോചിച്ചടാ, -3 എന്ന് പറയുന്ന നമ്പർ അതേപോലെ 7 എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ട്. ഓക്കെ, ഇതിന്റെ ഇടയിൽ -3 കഴിഞ്ഞിട്ട് -2 ഉണ്ടാവും, ഇവിടെ -1 ഉണ്ടാവും, 0 ഉണ്ടാവും, 1 ഉണ്ടാവും, 2 ഉണ്ടാവും, 3 ഉണ്ടാവും, 4 ഉണ്ടാവും, 5 ഉണ്ടാവും, then 6 ഉണ്ടാവും, then after that 7 ഉണ്ടാവും അല്ലെ. അപ്പൊ ഈ -3യുടെയും 7ന്റെയും ഇടയിലുള്ള ഇന്റിജേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? -3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലടാ എക്സ് കിടക്കുന്നത് -3യുടെയും 7ന്റെയും ഇടയിലായിരിക്കണം. -3നേക്കാൾ വലുതായിരിക്കണം, എന്നാൽ 7നേക്കാൾ ചെറുതായിരിക്കണം. -3നേക്കാൾ വലുതായിരിക്കും, 7നേക്കാൾ ചെറുതായിരിക്കണം. എടാ ഇവന്മാരെ ഇടയിൽ കിടക്കുന്ന ഇന്റിജേഴ്സ് ആലോചിച്ചാൽ മതി. ഏതൊക്കെയാ? -2, then -1, 0, 1, 2, 3, 4, 5 എന്താ 6. വളരെ സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ ആണ്. ഇനി ഒരു കാര്യം സാറ് പറഞ്ഞു തരട്ടെ. ഇനി ഇതേ ക്വസ്റ്റ്യൻ ഇവിടെ എന്തുണ്ട്? ഇങ്ങനൊരു സിമ്പിൾ ഉണ്ടെന്ന് വിചാരിക്കാം. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദാറ്റ്? ആക്ച്വലി നമ്മൾ അതിനെ വായിക്കാം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നാണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ദാറ്റ് മീൻസ് ഈക്വൽ ടു എന്ന് പറയുന്ന ഒരു സിമ്പിൾ ഇവിടെ ഉണ്ടെങ്കിൽ 7ഉം നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം മക്കളെ. എന്താണ്? 7ഉം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. കാരണം ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7ഓ 7നേക്കാൾ സ്മോളറോ. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ -3യുടെ അവിടെ മക്കളെ എന്തുണ്ടായിരുന്നു? ഒരു ഈക്വൽ ടു സിമ്പിൾ ഉണ്ടെങ്കിൽ വി ക്യാൻ ഇൻക്ലൂഡ് എന്താടാ? -3 ഓൾസോ. സാറിന് ഇവിടെ എന്ത് ചെയ്യാം? -3യും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇനി -3യുടെ മാത്രം അവിടെ മാത്രം എന്തുണ്ട്? ഈക്വൽ ടു സിമ്പിളും ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 എക്സ്ക്ലൂഡ് ചെയ്യണം. 7 ഇല്ല, ഇവിടെ -3 മാത്രമേ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ക്വസ്റ്റനിൽ രണ്ടോടത്തും ഉണ്ടായില്ല. സോ രണ്ടോടത്തും -3 ആയിക്കോട്ടെ, 7ഉം നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. ക്ലിയർ ആണല്ലോ? ഈ ഇനീക്വാളിറ്റിയുടെ ഡിനോട്ടേഷൻ ശ്രദ്ധിക്കുക. ഒന്നില്ല, ഇതിന്റെ ഇടയിലുള്ള ആൾക്കാർ എടുത്ത് എഴുതുക. പക്ഷേ ഇതിന്റെ ഇടയിൽ ഇവിടെ ഈക്വൽ ടു ഇടുമ്പോൾ നമുക്കത് ഇൻഡിജർ ആണെങ്കിൽ, പ്ലീസ് നോട്ട് ദാറ്റ്, സാറ് പറയുന്ന കാര്യം ശ്രദ്ധിക്കണം, എപ്പോഴും നന്നായി ശ്രദ്ധിക്കണം. ഇൻഡിജർ ആണെങ്കിൽ ഇപ്പോൾ -3 ഇൻഡിജർ ആണല്ലോ. സോ അതുകൊണ്ട് സാറ് -3 ഇൻക്ലൂഡ് ചെയ്യാം. എവിടെ? ഈക്വൽ ടു ഉണ്ടെങ്കിൽ. ഈ ഒരു ഡിനോട്ടേഷനും ഓർക്കുക. ഇനി മക്കളെ അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് പ്രാക്ടീസ് ആവട്ടെ. കുറെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യിപ്പിക്കുക, നന്നായിട്ട് പ്രാക്ടീസ് ആവണം. തേർഡ് ക്വസ്റ്റ്യനും ഫോർത്ത് ക്വസ്റ്റ്യൻ ഒക്കെ സിമിലർ മോഡൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ സാർ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കിയാലോ? യെസ്. അപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ മക്കൾ എന്ത് ചെയ്യുക? ഫോർത്ത് ക്വസ്റ്റ്യൻ ചെയ്യാനൊക്കെ നോക്കണം കേട്ടോ. മക്കളെ നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ, എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ആൻ ഇന്റിജർ. അപ്പൊ ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കണം കേട്ടോ. എക്സ് ഒരു ഇന്റിജർ ആണ്, പക്ഷേ നമുക്ക് കുറെ ഇന്റിജേഴ്സ് അറിയാം. ഏതിന്റെ ഇടയിൽ കിടക്കുന്ന ഇന്റിജറാ? -9/2ന്റെയും 9/2ന്റെയും ഇടയിൽ.
അപ്പൊ നേരത്തെ നമുക്ക് രണ്ട് നമ്പേഴ്സ് ആയിരുന്നു, ഇൻഡിജർ ആയിട്ടുള്ള രണ്ട് ആൾക്കാരുടെ ഇടയിലാണ്. പക്ഷെ ഇത് ഇൻഡിജർ അല്ല, ഈ തന്നേക്കുന്നതല്ല ഇൻഡിജർ അല്ല, ഇത് ഫ്രാക്ഷനാ, റാഷണൽ അല്ലെ, റാഷണൽ നമ്പർ ഒക്കെയാണ്. അപ്പോൾ എനിവേ പക്ഷേ നമുക്ക് ഇതിന്റെ ഇടയത്ത് ഇൻഡിജേഴ്സ് എഴുതണം. നിങ്ങളൊന്ന് ആലോചിച്ച മക്കളെ, ഈ -9/2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 9/2 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എടാ ശരിക്കും ഈ നമ്പർ ലൈനിൽ ഒരു കുട്ടിക്ക് സ്വാഭാവികമായിട്ടും 0 1 2 3 4 5 ഇവിടെയാണെങ്കിൽ -1 -2 -3 -4 ഇവിടെ കുറച്ച് നമ്പേഴ്സ് അല്ല ഇങ്ങോട്ടേക്കൊക്കെ ഉണ്ട്, ഇങ്ങനെ പോട്ടെ. പക്ഷേ ഒരു ഡൗട്ട് വരെ എന്താ സാറേ ഇതതിന് സാർ എനിക്കറിയില്ല ഇതിന്റെ ഇടയിൽ അല്ലേ, അങ്ങനെ ആയിരിക്കും ഡൗട്ട് വരാം. ഇതെവിടെ വരാ ശരിക്കും. പക്ഷെ നമ്മൾ ജസ്റ്റ് മാത്തമാറ്റിക്സിനോട് ഒരു ഇൻട്രസ്റ്റ് ഉള്ള കുട്ടി സ്വാഭാവികമായിട്ട് അത് ആലോചിക്കും അല്ലെ. അപ്പോൾ ഇനി സാറ് നിങ്ങൾ ആലോചിപ്പിക്കുകയാണ്, ഈ 9/2 എന്ന് പറയുന്ന നമ്പർ 9ന്റെ ഹാഫ് ആണ്, അതെന്ന് പറഞ്ഞാൽ 4.5 അല്ലേ മക്കളെ? യെസ്. അതേപോലെ തന്നെ ഇവിടെ 9/2 ഉണ്ട്, നെഗറ്റീവ് ആണ്, അപ്പൊ എന്താ -4.5. അപ്പോ ആക്ച്വലി 4.5 -4.5ന്റെയും 4.5ന്റെയും ഇടയിൽ കിടക്കുന്ന ആളുകൾ ആലോചിച്ചാൽ പോരെ. ഈ 4.5 ഇനി എവിടെ വരാ? എടാ കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ എന്ന് അറിയാം, നമ്മൾ എക്സാക്ട്ലി നമുക്കറിയാലോ 4ന്റെയും 5ന്റെയും ഇടയിലാണെന്ന്. 4ന്റെയും 5ന്റെയും ഇടയിലല്ലേ ആക്ച്വലി എന്ത് വരാ? 4.5 വരാ. അപ്പൊ ഇവിടെയാണ് 4.5 വരാ. അതേപോലെ തന്നെ നെഗറ്റീവ്, ഇപ്പൊ ഇവിടേക്ക് ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ -4ന്റെയും -5ന്റെയും ഇടയിലാണ്, -4ന്റെയും -5ന്റെയും ഇടയിലാണ് എന്ത് വരാ? -4.5 വരാ അല്ലേ? ഇവിടെ ഏകദേശം അല്ലെ ഇതിന്റെ ഇടയിലാണെന്നുള്ള അറിയാലോ. അപ്പൊ അതും സാറ് മാർക്ക് ചെയ്തു. ഇനി മക്കളൊന്ന് ആലോചിച്ചടാ, ഈ രണ്ട് പേരുടെ ഇടയിൽ വരുന്ന ഇന്റിജേഴ്സ് ആരൊക്കെയായിരിക്കും? -4 -3 -2 -1 0 1 2 3 4. അപ്പോ -4.5ന്റെയും 4.5ന്റെയും ഇടയിൽ വരുന്ന ഇന്റിജേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറിന്റെ ആൻസർ എന്ത് ചെയ്താ? സി എന്ന് പറയുന്ന സെറ്റ് സാറ് ആൻസർ എന്തൊക്കെ ചെയ്താണ്? -4 -3 -2 -1 0 1 2 3 4 സെറ്റ് ആണല്ലോ. ഇതാണ് നമ്മുടെ സി എന്ന് പറയുന്ന സെറ്റ്. ഓക്കെ യെസ്. ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാം മക്കളെ. ഇവിടെ പറയുന്നത് ഇതേപോലെ എക്സ് ഒരു ഇൻറ്റിജർ ആവണം. ഏതിനൊക്കെ ഇടയിൽ കിടക്കുന്ന ഇൻറ്റിജറാ? നെഗറ്റീവ്. നോക്കാം, അതായത് -3/2 -3/2 അതേപോലെ 5/2. എടാ -3/2 3/2 എന്ന് പറയാൻ എന്താ? 1.5 അല്ലേ? അപ്പൊ -3/2 എന്ന് പറയാൻ -1.5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5/2. ബൈ 2 ആയതുകൊണ്ട് നമുക്ക് സിമ്പിളാ, പാതി എടുക്കാം അല്ലെ? 5ന്റെ പാതി, 5ന്റെ ഹാഫ് എത്രയാ മക്കളെ? 2.5. സോ എക്സ് എന്ന് പറയുന്നത് ഒരു ഇൻഡിജർ ആയിരിക്കണം. ആ ഇൻഡിജർ ആരുടെ ഇടയിലുള്ളതാ? -1.5ന്റെയും 2.5ന്റെയും ഇടയിലുള്ളതാ. അപ്പൊ മക്കളെ ശ്രദ്ധിക്കുക, ഇപ്പൊ ഇവിടെ സാറ് 0 then 1 then 2 then 3 then -1 then -2 and so on. ഓക്കെ, കുറച്ച് ചെയ്യുന്നുള്ളൂ കാരണം ഇത് മാർക്ക് ചെയ്യാനുള്ളത് സാറിന് ആവശ്യമുള്ളൂ. 2.5 എവിടെ മക്കളെ? നിങ്ങൾക്ക് മനസ്സിലായി? എടാ ഇത് ഇങ്ങനെ ഒന്നും വരയ്ക്കാതെ തന്നെ മക്കൾക്ക് എഴുതാൻ പറ്റും കേട്ടോ. സാർ എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പറയുന്നതാണ്. ഇത് വരയ്ക്കാതെ തന്നെ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, -2 -1 0 1 എന്താ 2 then എന്താ 3. അപ്പൊ മക്കളെ ഒന്ന് ആലോചിക്കുക, 2ന്റെയും 3ന്റെയും ഇടയിലാണ് 2.5 വരാം. അത് സാറ് മാർക്ക് ചെയ്തു. ഇനി -1.5 എവിടെ വരാ? -1 കഴിഞ്ഞിട്ട് -1ന്റെയും -2ന്റെയും ഇടയിലാണ് അല്ലെ? ഇവിടെയാണ് -1.5, ഇവിടെയാണ് 2.5. മക്കളെ ഇതിന്റെ ഇടയിൽ വരുന്ന ഇന്റിജേഴ്സ് ആണ് നമുക്ക് ഇവിടെ എഴുതേണ്ടത്. അപ്പോ ഇനി നിങ്ങൾക്ക് വരുന്നൊരു ഡൗട്ട് സാർ പറയട്ടെ മക്കളെ, നിങ്ങൾ ആലോചിക്കുന്ന ഇവിടെ ഈക്വൽ ടു ഉണ്ടല്ലോ സാറേ, അപ്പൊ ഇത് എടുക്കാം എന്നല്ലേ സാറ് പറയുന്നത്? അതേപോലെ ഇവിടെയും ഈക്വൽ ടു ഉണ്ടല്ലോ, ഈക്വൽ ടു ഉള്ളപ്പോൾ സാർ അത് എടുക്കാം എന്നല്ലേ പറയുന്നത്? റൈറ്റ്, അത് കറക്റ്റ് ആണ്, അതിനൊരു ഡൗട്ടും ഇല്ല. നമുക്ക് അവിടെ ഈക്വൽ ഉള്ളപ്പോൾ എടുക്കാം. പക്ഷേ നമ്മുടെ ആവശ്യമായിട്ടുള്ള ആളുകളെ എടുക്കേണ്ട ആവശ്യമുള്ളൂ. അത് എടുക്കാം എന്ന് വെച്ചിട്ട് ഓടിപ്പോയിട്ട് നമുക്ക് അത് എഴുതേണ്ട ആവശ്യമില്ല. ഇതെന്താ പറയുന്നത്? ഇൻഡിജർ ആയിരിക്കണം. എക്സ് എന്തായിരിക്കണം? ഒരു ഇൻഡിജർ ആയിരിക്കണം. ഇൻഡിജർ ആയിട്ടുള്ള ആളുകൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നവരിൽ ഇൻഡിജേഴ്സ് ആയിട്ടുള്ള ആളുകൾ. എടാ -1.5 ഒരു ഇൻഡിജർ ആണോ? ഇവിടെ ഈക്വൽ ടു ഉള്ളതുകൊണ്ട് ഇത് എടുക്കാം. പക്ഷെ അത് ഇൻഡിജർ ആണോ? ഇൻഡിജർ ആണെങ്കിലല്ലേ എടുക്കേണ്ട ആവശ്യമുള്ളൂ. പോയിന്റ് ആയിട്ടുള്ള നമ്പേഴ്സ് ഒന്നും ഇൻഡിജേഴ്സിലില്ല. അപ്പൊ അതുകൊണ്ട് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയി എടുക്കണ്ട കേട്ടോ, ഇതില്ല, അതുകൊണ്ട് എടുക്കണില്ല. 2.5ഉം ഡിസിമൽ വാല്യൂ ആണ്, അതൊരിക്കലും എന്തല്ല? ഇൻഡിജർ അല്ല, അതും എടുക്കുന്നില്ല. അപ്പോൾ അതിന്റെ ഇടയിൽ വരുന്ന ബാക്കിയുള്ള ഇൻഡിജേഴ്സ് ആരൊക്കെയാ മക്കളെ? -1 0 1 2 അല്ലെ? അപ്പൊ ഡി എന്ന് പറയുന്ന സെറ്റ് സാറിന് എന്താ കിട്ടുന്നത്? -1 0 then 1 2. ഇതാണ് സാറിന് കിട്ടുന്നത് ഡി എന്ന് പറയുന്ന സെറ്റ്.
ക്ലിയർ ആണല്ലോ? യെസ്. അപ്പോൾ ഇതേപോലെ വീണ്ടും വീണ്ടും നമ്മൾ പ്രാക്ടീസ് ചെയ്ത് സെറ്റ് ആവാണ്. നെക്സ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് സാറ് കാണിക്കുന്നുണ്ട്. ഇ എന്ന് പറയുന്നത് എന്താണ്? എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ആൻ ഇൻഡിജർ എക്സ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. എക്സ് എന്ന് പറയുന്ന ഒരു ഇൻഡിജർ ആണ് ആൻഡ് എക്സ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. എക്സ് സ്ക്വയർ എന്ന് പറയുന്നതാണ് 4നേക്കാൾ ചെറുതോ ഐ മീൻ ഈക്വൽ അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നാണ് പറയുന്നത് അല്ലെ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കിയാലോ? യെസ്. അപ്പൊ കണ്ടീഷൻ കറക്റ്റ് ആയിട്ട് വായിക്കുക. ഇൻഡിജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം വിടും എന്ന് വെച്ചാൽ നെഗറ്റീവ് നമ്പേഴ്സും ഉണ്ട് അല്ലെ. 0 ഉണ്ട്, 1 2 3 ഉണ്ട്, -1 -2 -3 അതും ഉണ്ട്. അപ്പൊ എക്സ് സ്ക്വയർ ലെസ് ദാൻ ഈക്വൽ ടു 4 എന്നാ പറയണേ. എടാ ഇൻഡിജേഴ്സ് ആയിട്ടുള്ള ആളുകൾ സാർ ഒന്ന് ഇവിടെ എഴുതട്ടെ. 0 1 2 3 ഇതാണ് നമ്മുടെ ഇൻഡിജേഴ്സ്. -1 -2 -3 സോ ഓൺ ഇതൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോ ഇവന്മാരില് ഇതാണ് എക്സുകൾ. പക്ഷെ ആ എക്സുകൾ എന്ത് ചെയ്യണം? എക്സ് ഒരു ഇൻഡിജർ ആയിരിക്കണം, പക്ഷെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണം. ആ കണ്ടീഷൻ എന്താ പറയണേ? ആ ഇൻഡിജറിനെ സ്ക്വയർ ചെയ്യുമ്പോൾ 4 ആയിരിക്കണം, അല്ലെങ്കിൽ 4നേക്കാൾ ചെറുതായിരിക്കണം. നമുക്ക് ഈ ഇൻഡിജേഴ്സിനെ ഒന്ന് സ്ക്വയർ ചെയ്ത് നോക്കിയാലോ? 0ന്റെ സ്ക്വയർ എന്താ? 0. 1ന്റെ സ്ക്വയർ എന്താ? 1. 2ന്റെ സ്ക്വയർ എന്താ? 4. 3യുടെ സ്ക്വയർ എന്താ? 9 ആൻഡ് സോ ഓൺ ഇങ്ങനെ പോകുന്നു. -1ന്റെ സ്ക്വയർ എന്താ? നെഗറ്റീവ് ആയിട്ടുള്ള നമ്പറിനെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ +1 അല്ലെ. -2ന്റെ സ്ക്വയർ എത്രയാ? 4 തന്നെയാണ് കിട്ടുക. നെഗറ്റീവ് ആയിട്ടുള്ള നമ്പറിനെ നമ്മൾ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ -2 -2 +4 അല്ലേ മക്കളെ. അതാണ് -3യുടെ സ്ക്വയർ എന്താ? 9 ആണ്. സോ ഇങ്ങനെ പോകുന്നു. എടാ നമ്മളോട് ചോദിച്ചേക്കുന്നത് എക്സ് എന്ന് പറയുന്നത് ഒരു ഇൻഡിജർ ആണ്, അതിനെ സ്ക്വയർ, ഇത് എക്സ് ആണ്, അതിനെ സ്ക്വയർ ചെയ്തു, അപ്പൊ എക്സ് സ്ക്വയർ കിട്ടി. അപ്പൊ ഈ എക്സ് എന്ന് പറയുന്ന ഇൻഡിജേഴ്സിന് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. എക്സ് സ്ക്വയർ ചെയ്യുമ്പോൾ 4 4നേക്കാൾ ചെറുതിടണം. എടാ 4 4നേക്കാൾ ചെറുത്, 4 4നേക്കാൾ ചെറുത്, ഒരിക്കലും വലുത് കിട്ടാൻ പാടില്ല. അതായത് ഇതൊന്നും വേണ്ട, ഇതൊന്നും പാടില്ല. അതേപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നതോറും വീണ്ടും വലുതാവാണ്, പോസിറ്റീവ് സ്ക്വയർ ഒക്കെ ചെയ്യും. അപ്പൊ എനിവേ എടാ സ്ക്വയർ ചെയ്തപ്പോ സാറിന് 4 4നേക്കാൾ ഈക്വൽ ആയിട്ടുള്ള വാല്യൂ കിട്ടിയത് എടാ ആരൊക്കെ സ്ക്വയർ ചെയ്തപ്പോഴാ? -2നെയും -1നെയും 0നെയും 1നെയും 2നെയും ഇവന്മാരെ മാത്രം സ്ക്വയർ ചെയ്തപ്പോഴാണ് സാറിന് എന്ത് കിട്ടിയത്? 4 4നേക്കാൾ ചെറുതായിട്ടുള്ള ആൻസർ കിട്ടിയിരിക്കുന്നേ അല്ലെ. കാരണം -2ന്റെ സ്ക്വയർ 4 ആണ്, -1ന്റെ സ്ക്വയർ 1 ആണ്, 0ന്റെ സ്ക്വയർ 0 ആണ്, 1ന്റെ സ്ക്വയർ 1 ആണ്, 2ന്റെ സ്ക്വയർ 4 ആണ്. ഇതൊക്കെ എന്തായിരിക്കും ആൻസർ? 4 4നേക്കാൾ ചെറിയ ആൻസർ ആണ് കിട്ടിയത്. ആരൊക്കെ ചെയ്തപ്പോഴാ? -1 -2 -1 0 then 1 then 2. അപ്പൊ ഇതാണ് നമ്മുടെ എന്ത്? സെറ്റ് ഓഫ് ഓൾ ഇൻഡിജേഴ്സ് ഹാവിങ് എന്താണ്? സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. അപ്പൊ ഈ എന്ന് പറയുന്ന സെറ്റ് ക്ലിയർ അല്ലേ? എടാ ഇതേ ക്വസ്റ്റ്യനില് സാർ എടാ ഇവിടെ ലെസ് ദാൻ 4 അതിന് പകരം ഇങ്ങനെയാണ് തന്നതെങ്കിലോ? ഒന്ന് ആലോചിക്കും മക്കള്. എക്സ് സ്ക്വയർ ലെസ് ദാൻ 4 എന്ന് തന്നിരിക്കണമെങ്കിലോ 4 പറ്റില്ല. അതായത് സ്ക്വയർ ചെയ്യുമ്പോൾ 4 കിട്ടുന്ന ആൻസേഴ്സ് പാടില്ല. അപ്പൊ ഇതിൽ ആരൊക്കെ വരാൻ പാടില്ല? 2s ആറ് കളയണം, കാരണം 2ന്റെ സ്ക്വയർ 4 ആണ്, ഇവിടെ ഈക്വൽ ടു പറയുന്നില്ല. അതേപോലെ തന്നെ -2 കളയണം, കാരണം എന്താ? -2ന്റെ സ്ക്വയറും 4 ആണ്. ഓക്കെ, ഈ കാര്യങ്ങളാണ് മക്കളെ ശ്രദ്ധിക്കേണ്ടത് കേട്ടാ. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ? ഇവിടെ ഇപ്പൊ നമുക്ക് എന്താ? -2 ഉണ്ട്, എന്താണ് പിന്നെ 2 ഉണ്ട്, കാരണം എന്തുകൊണ്ടാ? ഈക്വൽ ടു ഉണ്ട്. ഇനി അതേപോലെ തന്നെ എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ. ഇൻഡിജറിന് പകരം മക്കളോട് പറയാണ് എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ എക്സ് സ്ക്വയർ ലെസ് ദാൻ ഈക്വൽ ടു 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ആരൊക്കെ പെടില്ല? -2 -1 0 ഒന്നും പെടില്ല. ആര് മാത്രമേ പെടുള്ളൂ? 1ഉം 2ഉം മാത്രമേ പെടുള്ളൂ. കാരണം നാച്ചുറൽ നമ്പർ 1 നിന്നാണ് തുടങ്ങുന്നത്. ക്ലിയർ ആണല്ലോ? ഈ കാര്യങ്ങളാണ് മക്കൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. യെസ്. അതേപോലെ തന്നെ പോസിറ്റീവ് ഇൻഡിജേഴ്സ് എന്ന് പറയാം, അതും എന്ത് തന്നെയാണ്? നാച്ചുറൽ നമ്പർ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. 1ഉം 2ഉം മാത്രമേ അതിൽ ആൻസർ ആയിട്ട് പെടുള്ളൂ. ഇതേടാ അത് ഇത് കണ്ടപ്പോഴാണ് സാർ പറഞ്ഞത് കേട്ടോ. എക്സ് ഇസ് എ പോസിറ്റീവ് ഇൻഡിജർ. അപ്പോൾ എഫ് എന്ന് പറയുന്നത് എക്സ് ഇസ് എ പോസിറ്റീവ് ഇൻഡിജർ ആൻഡ് ഈസ് എ ഡിവൈസർ ഓഫ് 18. 18ന്റെ ഡിവൈസർ ആണ് എന്ത്? ഡിവൈസർ ആയിരിക്കണം, അത് പോസിറ്റീവ് ആയിട്ടുള്ള ഇൻഡിജേഴ്സ് ആയിരിക്കാൻ വേണം മക്കളെ. 18ന്റെ ഡിവൈസർ എന്താ? ഡിവൈസർ എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ്, ഡിവൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പൊ 10 എന്ന് പറയുന്ന നമ്പർ സാർ എന്ത് ചെയ്യുന്നു? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് അല്ലെ. സോ 5 2s are സാറിന് 10 കിട്ടുന്നു, റിമൈൻഡർ 0 കിട്ടുന്നു. സോ സാറിന് പറയാം 5 is a divisor of 10 and 2 is a remainder, 0 is a remainder and 2 is a quotient. ഇതൊക്കെ മക്കൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആയി പോകുന്ന ഫാക്ടേഴ്സ് എടുത്ത് എഴുതാനാ പറയുന്നത്. സിംപ്ലി ഡിവൈസർ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ദാറ്റ് മേക്സ് സെൻസ് എന്ത് തന്നെയാണ്? ഫാക്ടേഴ്സ് കേട്ടോ. ഇതൊക്കെ കറക്റ്റ് ആണ്. അപ്പൊ 18ന്റെ ഫാക്ടേഴ്സ് സ്റ്റാർട്ടിങ് ഫ്രം 1 തുടങ്ങാലോ, കാരണം 1 into 18 എന്താണ്? 18 ആണ്. അപ്പൊ 1 ഒരു ഫാക്ടർ ആണ്. അടുത്ത സാറിന് 2 എഴുതാം. എന്തുകൊണ്ടാണ് 2 എഴുതാൻ കാരണം?
18 നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് 2 9s are 18 റിമൈൻഡർ 0. അപ്പൊ 2 എന്ന് പറയുന്നത് അതിന്റെ ഫാക്ടർ ആണ്. ജസ്റ്റ് നമ്മൾ അത് കിട്ടുന്നുണ്ടോ 2 into 9 18 കിട്ടുന്നുണ്ട്. അടുത്ത 3 അതിന്റെ ഫാക്ടർ ആണ് മക്കളെ. 3 into 6 18 ആണ്. അപ്പൊ 3 ഫാക്ടർ ആണ്. അടുത്ത 4 ആണോ? 4 into something 18 കിട്ടോ? നോ, 4 ഫാക്ടർ അല്ല. 5 into something അല്ല, 5 ഫാക്ടർ അല്ല. 6 into 3 അപ്പൊ 6 എന്താണ്? ഫാക്ടർ ആണ്. 7 into something നോ. 8 into no. 9 into 2 എന്താണ്? 18 ആണ്. സോ 9 is a factor. 10 ആണോ മക്കളെ? അല്ല. 11 ഉണ്ടോ? 12 ഉണ്ടോ? 13 ഉണ്ടോ? അപ്പൊ കുറെ പേര് ഇവിടെ എഴുതി വെക്കും ഇത്ര ഉള്ളൂ അല്ലെ, ഇനിയുള്ള നമ്പേഴ്സ് ഒന്നും ഫാക്ടർ അല്ല. പക്ഷെ നിങ്ങൾ ഒരാളെ മറന്നുപോയി. എന്താ? 18. സാറ് പറഞ്ഞു ഒരാളെ കുറയുകയോ ഒരാളെ കൂടുകയോ അധികമയോ ഇതൊന്നും വരാൻ പാടില്ല, എല്ലാവർക്കും ഈ ആൻസർ ആണ് ഉണ്ടാവേണ്ടത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ മാർക്ക് കിട്ടി. അപ്പൊ ഇതൊക്കെയാണ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മിസ്സായി പോവാൻ തെറ്റാതിരിക്കാൻ വേണ്ടിയാണ് സാറ് 1 2 അങ്ങനെ തുടങ്ങിയത്. ഏതൊക്കെയാണ്? 1 തുടങ്ങാം. അത് ഫാക്ടർ ആണെങ്കിൽ അത് എഴുതി. 1 എല്ലാവരും ഫാക്ടർ ആയിരിക്കും, പിന്നെ കറക്റ്റ് ആയിട്ട് അത് എഴുതി പോവാം. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് നോക്കണം. നെക്സ്റ്റ് സാറ് കാണിക്കുന്നത് g is equal to x such that x square minus 5x plus 6 is equal to 0. ഇതിന് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഇവിടെ നമ്മൾ എഴുതാൻ പറഞ്ഞേക്കുന്നത് എന്താ? ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞേക്കുന്നത് x such that x square minus 5x plus 6 equal to 0. എടാ ഈ ഒരു ഇക്വേഷൻ ഏത് വാല്യൂ, അതായത് 0 ആവുന്ന എക്സ് വാല്യൂസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇത് കംപ്ലീറ്റ്ലി 0 ആവുന്ന എക്സ് വാല്യൂസ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഓൾറെഡി മക്കൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇത് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ എന്ന് പറയും, ലൈക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയും. ഇത് സോൾവ് ചെയ്യാൻ ഓൾറെഡി മക്കൾക്ക് എന്തറിയാം? x is equal to minus b, x is equal to minus b plus or minus root b square minus 4ac whole divided by 2a എന്ന് പറയുന്ന ഒരു ഫോർമുല അറിയാലോ. ഇതിലെ മക്കൾ അത് ഇട്ട് കൊടുത്തിട്ട് അത് സോൾവ് ചെയ്യാം. ഇതിലെ മക്കൾ അത് ഇട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യാം? നമുക്ക് സോൾവ് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? അതിന്റെ ആൻസർ കിട്ടും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ മിഡിൽ ടേം സ്പ്ലിറ്റ് അറിയാം. മിഡിൽ ടേം സ്പ്ലിറ്റിംഗ് മെത്തേഡ് അല്ലെ, അതറിയില്ലേ? അത് യൂസ് ചെയ്തിട്ടും ചെയ്യാം. ഷോർട്ട് കട്ട് ഒക്കെ ഉണ്ട്. സാർ ഇപ്പൊ ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞു കേട്ടോ. ഓക്കെ, അപ്പൊ മക്കൾ എന്ത് ചെയ്യാം? ഇത് യൂസ് ചെയ്ത് ചെയ്താലും മതി. അപ്പൊ സാർ ഇപ്പൊ ഒരു ഷോർട്ട് കട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ പെറ്റാണെങ്കിൽ മക്കൾക്ക് അത് മനസ്സിലാവാണെങ്കിൽ അത് ചെയ്തോളൂ, അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷനിൽ ചെയ്യാം. ഇത് സാർ ഇപ്പൊ പഠിപ്പിക്കേണ്ടല്ലോ, ഓൾറെഡി 10th നല്ല നീറ്റ് ആയിട്ട് പഠിച്ചു വെച്ചേക്കുന്ന നിങ്ങളുടെ ഫേവറേറ്റ് ഇക്വേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഷോർട്ട് കട്ട് പ്രകാരം എപ്പോഴും മക്കളെ നമ്മളോട് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വേഷൻ എന്താ? എക്സ് സ്ക്വയർ മൈനസ് 5x plus 6 is equal to 0 എന്നാണ്. അപ്പൊ ഇതില് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ഇവിടെ എന്താ? 1. എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് എന്താണോ 1 ആണെങ്കിൽ 1 into 6, അപ്പൊ എന്താ? 6. ഇപ്പൊ 2 ആണെങ്കിൽ ഇവിടെ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റും ഇവിടുത്തെ കോൺസ്റ്റന്റ് ടേം ആണ് എപ്പോഴും മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. പ്രൊഡക്റ്റ് സാർ എടുത്ത് എഴുതാണ്. പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും എക്സ് സ്ക്വയറിന്റെ ഫ്രണ്ടിൽ കിടക്കുന്ന ആളും ഇവിടുത്തെ കോൺസ്റ്റന്റ് ടേമും എടുത്ത് എഴുതി ഇൻഡു ചെയ്തിട്ട് എടുത്ത് എഴുതാം. ദെൻ സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താ? -5 ആണ്. അതും സാർ എടുത്ത് എഴുതി. എപ്പോഴും മക്കൾ ചെയ്യേണ്ട കേട്ടോ ഷോർട്ട് കട്ട് യൂസ് ചെയ്യുമ്പോൾ. പിന്നെ ഇത് ഓൾറെഡി മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ മക്കൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഇതുവരെയും സാർ പറഞ്ഞത്. ഇനി നിങ്ങൾ എന്താ ആലോചിക്കും? ജസ്റ്റ് ഏത് 2 നമ്പേഴ്സ് ആണ് നമുക്ക് ആൻസർ കിട്ടേണ്ടത് അല്ലെ? എക്സിന് 2 വാല്യൂസ് ഉണ്ടാവും അറിയാം. അപ്പോൾ ആ 2 വാല്യൂസ് കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡാണല്ലോ. അപ്പോൾ ഈ പ്രൊഡക്റ്റും സം എടുത്ത് എഴുതി കഴിഞ്ഞാൽ ഏത് 2 നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് 6 കിട്ടുന്നതെന്നും ഏത് 2 നമ്പേഴ്സ് അതേ 2 നമ്പേഴ്സ് ആഡ് ചെയ്താലാണ് -5. ഓക്കെ, 2 നമ്പേഴ്സ് ആഡ് അപ്പ് ചെയ്യുമ്പോൾ -5ഉം പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ 6ഉം കിട്ടണം. എടാ സിമ്പിൾ ആണ്. 6 എന്ന് പറയുന്ന നമ്പർ കിട്ടുന്ന 2 നമ്പേഴ്സ് 2ഉം 3 ആണെന്ന് വേഗം നമുക്ക് കിട്ടുന്നതാണ് അല്ലെ. 2 into 3 ചെയ്യുമ്പോൾ എന്താ? 6 ആണ്. പക്ഷേ ഇതേ 2ഉം 3ഉം ആഡപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 5 ആണ് കിട്ടുക. -5 ആണോ? അല്ല. അപ്പൊ നമ്മൾ എങ്ങനെ എടുക്കൂടാ? -2 -3. കാരണം എന്തുകൊണ്ട്? 2ന് നെഗറ്റീവ് ഇട്ട് കൊടുത്തിട്ട് മക്കളൊന്ന് ആഡപ്പ് ചെയ്തേ. -2 plus -3 രണ്ടുപേർക്കും നെഗറ്റീവ് ഉണ്ട്. അപ്പൊ ആഡപ്പ് ചെയ്യുമ്പോൾ -5 എന്ന് കിട്ടും. അതേപോലെ ഇവർ ഇൻഡു ചെയ്താലും -2 into -3 എന്താ മക്കളെ? +6. -2 plus -3 രണ്ടും ആഡപ്പ് ചെയ്താലും എന്താണ്? -5. അപ്പൊ അതുകൊണ്ട് സാർ എന്ത് പറയാം? ഇവിടെ എന്താണ്? -2 -3 ആണ്. പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ 6 ഇടുന്നതും ആഡ് ചെയ്യുമ്പോൾ -5 ഇടുന്ന നമ്പേഴ്സ്. ഷോർട്ട് കട്ട് പ്രകാരം ഇതാണ് എക്സ്. നമുക്കിപ്പോ എക്സിന്റെ വാല്യൂസ് അല്ലേ? ഷോർട്ട് കട്ട് പ്രകാരം എക്സ് വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കിട്ടിയിരിക്കുന്ന നമ്പേഴ്സിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. -2 ആണെങ്കിൽ +2ഉം അതേപോലെ ഇവിടെ എന്താ? -3 വന്നു കഴിഞ്ഞാൽ എന്താ? +3ഉം. ഇതാണ് ഷോർട്ട് കട്ട്. അതായത് ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന നമ്പേഴ്സ് ഏതാണോ
അതിന്റെ ഓപ്പോസിറ്റ് സൈൻ, അതായത് ഇപ്പൊ പോസിറ്റീവ് 2 ആണെങ്കിൽ എന്ത് എഴുതാം മക്കള് -2 എന്ന് എഴുതാം. ഓക്കെ, നെഗറ്റീവ് 3 ആണെങ്കിൽ പോസിറ്റീവ് 3, അങ്ങനെ ഓപ്പോസിറ്റ് ഇൻ സൈൻ. അതാണ് നമ്മൾ എന്ത് എക്സ് വാല്യൂസ് കേട്ടോ. അപ്പോൾ ഇത് യൂസ് ചെയ്താലും മക്കൾക്ക് എക്സ് വാല്യൂസ് ആയിട്ട് 2 ഉം 3 ഉം കിട്ടും. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി അഡീഷണലി പറയട്ടെ. ഷോർട്ട് കട്ട് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ആണോ എല്ലയോ എന്ന് ശ്രദ്ധിക്കണം. സാർ ഇപ്പൊ ഈ പറഞ്ഞ ഷോർട്ട് കട്ട് യൂസ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ആണെങ്കിൽ യൂസ് ചെയ്യാം. എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 അല്ലെങ്കിൽ അപ്പോഴും യൂസ് ഒക്കെ ചെയ്യാം. അത് വരുമ്പോൾ സാർ അത്തരം ക്വസ്റ്റ്യൻസുകൾ വരുമ്പോൾ സാറ് ഡീറ്റെയിൽഡ് ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കണം, അവിടെയും നമുക്ക് എന്തുണ്ട് ഷോർട്ട് കട്ട്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ആണെങ്കിൽ സാറ് പറഞ്ഞ ഈ ഷോർട്ട് കട്ട് ഒക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പല കോമ്പറ്റേറ്റീവ് എക്സാംസോ പല എക്സാംസോ അവിടെയൊക്കെ നമുക്ക് ക്രാക്ക് ചെയ്യാം. കാരണം അവിടെ ഒന്നും നമുക്ക് ടൈം ഇല്ല കളയാം കേട്ടോ. അപ്പോൾ ഇത് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഫീൽ ചെയ്യും. പക്ഷേ ഇതുവരെയും ഓൾറെഡി മക്കൾക്ക് അറിയാലോ നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ. പിന്നെ എന്താ ബുദ്ധിമുട്ട്, അത് നേരെ ഓപ്പോസിറ്റ് സൈൻ ആക്കിയാൽ പോരെ. അപ്പോൾ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ആണെങ്കിൽ അതും കൂടി ഓർത്ത് വയ്ക്കുക. അല്ലെങ്കിൽ ഉള്ളത് സാർ ഇപ്പൊ പറയുന്നില്ല. ഓക്കെ, എനിവേ അപ്പൊ നമുക്ക് ആൻസർ കിട്ടിയല്ലോ. ജി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സെറ്റ് ഓഫ് എന്താണ്, ആൻസർ ഈസ് 2, എന്താണ് 3 ആണ്. ജി എന്ന് പറയുന്ന സെറ്റ് എന്താണ് 2, 3. ഓക്കെ ആണല്ലോ. ഇനി ഇതേപോലെ x such that x is a consonant in English alphabet which precedes k. ഇതിൽ മക്കൾക്ക് കുറച്ച് അറിയാത്ത വേർഡ് ഒന്നല്ല, കൺസോണന്റ് ഓൾറെഡി അറിയാം. വാട്ട് ഈസ് മീൻ ബൈ precedes എന്ന് പറയുന്ന വേർഡ് എന്താ? എടാ മക്കളെ, ഇംഗ്ലീഷ് ആയിട്ടുള്ള ആൽഫബറ്റ്സ് കെനേക്കാൾ തൊട്ട് ബാക്കിലുള്ള, ഐ മീൻ പ്രസീഡ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ സാറ് റണ്ണിങ് റേസ്, സാർ ഓടുകയാണ്, സാറിന്റെ ബാക്കിൽ ഒരാൾ ഓടുന്നുണ്ടെങ്കിൽ ആള് പ്രസീഡ് ചെയ്താണ് ആൾ സാറിന് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാറാണെങ്കിലോ സക്സീഡ് ചെയ്ത് ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഫ്രണ്ടിലാണ്. പ്രസീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ബാക്കിൽ നിന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ കൺസോണന്റ്. വാട്ട് ഈസ് മീൻ ബൈ കൺസോണന്റ്? ഇംഗ്ലീഷ് ആൽഫബറ്റ്സിൽ എ ഇ ഐ ഒ യു ഇവരെ നമ്മൾ എന്ത് വിളിക്കും? വവൽസ് എന്ന് വിളിക്കും. ഇവന്മാരല്ലാത്ത ബാക്കി 26 ലെറ്റേഴ്സിൽ ബാക്കി 21 ലെറ്റേഴ്സ് ഏതൊക്കെയാ? അത് കൺസോണൻസ് ആണ് കേട്ടോ. അപ്പോ കൺസോണൻസ് എഴുതണം അല്ലെ. എക്സ് ഒരു കൺസോണന്റ് ആയിരിക്കണം ഇംഗ്ലീഷ് ആൽഫബറ്റില വിച്ച് പ്രസീഡ്സ് കെ. അത് കെക്ക് തൊട്ട് ബാക്കിൽ വരെ ഉള്ളത്. അപ്പൊ നോക്കടാ സാർ, എച്ച് എന്ന് പറയുന്ന സെറ്റ് എടുത്ത് എഴുതുമ്പോൾ സ്റ്റാർട്ടിങ് ഫ്രം എ, ആക്ച്വലി എ എന്ന് പറയുന്ന സാറിന് എഴുതാം. ദെൻ എന്താ, ബി സാറിന് എഴുതാം. എ എഴുതാൻ പറ്റില്ല, സോറി, വവൽസ് അല്ലല്ലോ, കൺസോണൻസ് അല്ലേ. അപ്പൊ കൺസോണൻസ് എവിടെ? സ്റ്റാർട്ടിങ് ഫ്രം ബി. എ എഴുതാൻ പറ്റില്ല. എ ഇ ഐ ഒ യു ഇവരൊഴിച്ചിട്ട് ബാക്കിയുള്ളത് എ ബി എഴുതാം, സി എഴുതാം, സാറിന് ഡി എഴുതാം, ഇ എഴുതാൻ പറ്റില്ല, വവലാണ്. കൺസോണന്റ് എഴുതാൻ പറ്റുള്ളൂ. എ ബി സി ഡി. ഇ കഴിഞ്ഞ് എഫ് എഴുതാം സാറിന്, ജി എഴുതാം, ദെൻ എച്ച് എഴുതാം. ഐ എഴുതാൻ പറ്റില്ല, കാരണം എന്തുകൊണ്ടാണ് മക്കളെ? ഐ എന്ന് പറയുന്നത് എ ഇ ഐ അതൊക്കെ വവലാണ്. എഫ് ജെ എ ബി സി ഡി എഫ് ജി എച്ച് ഐ എഴുതാൻ പറ്റില്ല. ജെ എഴുതാം, ദെൻ കെ എഴുതാൻ പറ്റില്ല, കാരണം നമ്മളോട് പറയാണ് കെക്ക് തൊട്ട് മുമ്പ്. അപ്പൊ നമുക്കറിയാലോ ജി എച്ച് ഐ ജെ കഴിഞ്ഞാൽ അടുത്തത് കെ ആണ്. സോ കെക്ക് തൊട്ട് മുമ്പ് വരെ ഉള്ളത് എഴുതാൻ പറ്റുള്ളൂ. അത് കൺസോണന്റ് ആയിരിക്കുകയും വേണം അല്ലെ. അപ്പൊ ഇങ്ങനത്തെ കണ്ടീഷൻസ് തന്നിട്ട് നമുക്കൊക്കെ ചോദിക്കാം. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യാം, പ്രാക്ടീസിന് വേണ്ടി നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് NCERT പറഞ്ഞു തരുന്നതാണ് കേട്ടോ. നന്നായി ശ്രദ്ധിക്കുക. ആൻഡ് ഇതേപോലെ തന്നെ നമുക്ക് ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് കൂടിയും ചെയ്ത് യെസ്. അപ്പൊ നമുക്ക് നോക്കാം മക്കളെ. ദാറ്റ് ഈസ് I എന്ന് പറയുന്ന സെറ്റ് നോക്കാം. x such that x is a 2-digit natural number such that sum of its digit is 18. മക്കൾ നോക്കടാ, അതായത് ഒരു ക്വസ്റ്റ്യൻ പറയുന്നതിൽ 2-digit numbers എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഈ 2-digit numbers എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണ് തുടങ്ങുക? മെയിൻ ആയിട്ടുള്ള 2-digit numbers സ്റ്റാർട്ട് ചെയ്യുന്നത് 10ൽ നിന്നാണ്. യെസ്, 10ൽ നിന്നാണ്. അപ്പോ 10 എന്ന് പറയുന്ന ലെറ്റർ ഇതാണ് 10 എന്ന് പറയുന്ന 2-digit നമ്പർ. സാർ ഇതിലെ ലെറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മക്കൾ എന്താ പറയാ? യൂണിറ്റ് പ്ലേസിൽ 0 ഉണ്ട്, ടെൻസ് പ്ലേസിൽ 1 ഉണ്ട്. ഇത് തമ്മിൽ ആഡപ്പ് ചെയ്യാൻ പറഞ്ഞാൽ മക്കൾക്ക് എന്താ കിട്ടുക? 1 കിട്ടി. അതേപോലെ 12 അല്ലെങ്കിൽ 11 അടുത്ത 2-digit നമ്പറാ. സാർ ലെറ്റേഴ്സ് ആഡപ്പ് ചെയ്യാൻ പറഞ്ഞാൽ എന്താ കിട്ടുക സാറിന്? മക്കൾക്ക് 1 + 1 2. 12 അത് വേറൊരു 2-digit നമ്പറാ. സാർ ഇതിൽ ലെറ്റേഴ്സ് ആഡപ്പ് ചെയ്യാൻ പറഞ്ഞാൽ മക്കൾക്ക് എന്ത് കിട്ടും? 3 കിട്ടും. എടാ പക്ഷേ നമുക്ക് വേണ്ടത് എന്താ? 2-digit നമ്പേഴ്സുകളിൽ ലെറ്റേഴ്സ് സം ഓഫ് ദി ഡിജിറ്റ്സ്, ലെറ്റേഴ്സ് അല്ലാതെ സാർ ഡിജിറ്റ്സ്, സം ഓഫ് ദി ഡിജിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? 8 കിട്ടണം. അപ്പൊ ഏതൊക്കെ ആയിരിക്കും ഇവിടെ? ആദ്യത്തെ 2-digit നമ്പറുകളിൽ 10, 11 അല്ലെ, 10, 11, 12, 13, 14, 15, 16, 1 + 6 7, 17 ആണ് കിട്ടുക. കാരണം 1 + 7 എന്താണ്? 8. അപ്പൊ മക്കൾ എത്ര ആലോചിച്ചാൽ മതിയടാ, 1ന്റെ ഒപ്പം ഇപ്പുറത്ത് ആര് വന്നാലാണ് അവർ തമ്മിൽ ആഡപ്പ് ചെയ്ത 88 വരുന്നത് അല്ലെ. 1 + 7. അപ്പൊ 17 ആണ് ഒരു 2-digit നമ്പർ ഇൻ വിച്ച് ഡിജിറ്റ്സ് ആഡപ്പ് ചെയ്യുമ്പോൾ നമുക്ക് 8 ഇടുന്നത്. അടുത്തത് പിന്നെ 19, 20 കഴിഞ്ഞിട്ടുള്ളത് ഉണ്ടാവുള്ളൂ. 20 കഴിഞ്ഞിട്ട് 2ന്റെ ഒപ്പം ആര് വന്നാലാ? 6 വന്നാലാ. കണ്ടോ, ഏകദേശം മനസ്സിലായല്ലോ അല്ലെ. 26. അടുത്ത 3യുടെ ഒപ്പം 5 വന്നാലാ? 35. അടുത്തത് എന്താ? 4ന്റെ ഒപ്പം 44.
4 + 4 8. അടുത്ത 5ന്റെ ഒപ്പം 53. അങ്ങനെ ഓർഡറിൽ എഴുതി പോയ സെറ്റ് ആണ്. പിന്നെ 6ന്റെ ഒപ്പം 62. ഓക്കെ, ദെൻ 7ന്റെ ഒപ്പം 71. ദെൻ ഇത് ചിലവർ എഴുതില്ല, കാരണം 8ന്റെ ഒപ്പം നമുക്ക് ഇപ്പുറത്ത് 0 വന്ന 80. കണ്ടോ, 80 എന്ന് പറയുന്നത് ആഡപ്പ് ചെയ്യുമ്പോൾ 8 + 0 8 ആണ്. മക്കളെ സാർ എപ്പോഴും പറയുന്ന പോലെ ഒരു എലമെന്റ് ഇല്ലെങ്കിലും പ്രശ്നമാണ്, ഒരു എലമെന്റ് കൂടുതലായാലും പ്രശ്നമാണ്. കറക്റ്റ് ആയിട്ട് ഈ ആൻസർ ചെയ്താൻ പറ്റിയ ഒരു യു ആർ ഓക്കെ എന്ന് സാറിന് പറയാൻ പറ്റൂ കേട്ടോ. ഇതാണ് സംഭവം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഒരു ക്വസ്റ്റൻ കൂടി ചെയ്തിട്ട് മക്കളെ ശ്രദ്ധിക്കുക. ഇവിടെ പറയുന്നത് write the solution set of x² + x - 2 = 0. ഇത് ഓൾറെഡി ചെയ്തതാണ്, പക്ഷെ ഇവിടെ നിങ്ങളോട് സൊല്യൂഷൻ സെറ്റ് ആണ് മക്കളോട് പറയുന്നത്. അപ്പൊ ഒന്നുമില്ല, ആ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് എക്സിന് കൊടുക്കുമ്പോൾ നമുക്കിത് കംപ്ലീറ്റ്ലി 0 ആവുന്ന ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സ് വാല്യൂസ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഓൾറെഡി സാറ് ഷോർട്ട് കട്ട് പഠിപ്പിച്ചിരുന്നു. ആ ഷോർട്ട് കട്ടിൽ നമ്മൾ ചെയ്തിട്ട് അങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല, -b ± അങ്ങനെ ചെയ്തിട്ടായാലും നമുക്ക് ആ എക്സ് വാല്യൂസ് കിട്ടുന്നില്ലേ, അതിന് നമ്മൾ ആ സൊല്യൂഷന് സെറ്റ് ആക്കി എഴുതാനാ പറയുന്നത്. ഓക്കെ, 2 വാല്യൂസ് ഇട്ടല്ലോ, അത് ആൻസർ ആക്കി എഴുതാനാ പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് സാർ ഷോർട്ട് കട്ട് പഠിപ്പിച്ചത്? പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ x² ഫ്രണ്ടിൽ കിടക്കുന്ന 1ഉം ഇവിടുത്തെ -2 നമ്മൾ ഇൻറ്റു ചെയ്യുന്നു. 1 × -2 എന്നും സം എന്ന് പറയുന്നത് എക്സിന്റെ കോയിഫിഷ്യന്റ് ആയിട്ടുള്ള +1 ആണ് സാറിന് കിട്ടുന്നത്. മക്കളെ നമ്മൾ ആലോചിക്കും, ഏതൊക്കെ 2 നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് സാറിന് എന്ത് കിട്ടുന്നത്? എടാ 2 നമുക്ക് കിട്ടുന്ന ആകെ 2ഉം 1ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ്. സമ്മ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? +1 കിട്ടണം. അതിന് ഒരാൾക്ക് മൈനസ് ഇട്ട് കൊടുത്താലേ ശരിയാവുള്ളൂ, അല്ലെങ്കിൽ 2 + 1 3 ആ. പക്ഷെ ഇവരുടെ ഡിഫറൻസ് എന്താ? 1 ആ. അപ്പൊ ഒരാൾക്ക് നെഗറ്റീവ്, ഒരാൾക്ക് പ്ലസ് ആക്കി വെച്ചാൽ മതി അല്ലെ? അപ്പൊ ആർക്ക് പ്ലസ് ആക്കണം? കാരണം കുറയ്ക്കും, നമ്മൾ ഏറ്റവും വലിയ നമ്പർ പോസിറ്റീവ് ആണ്, എന്നാലേ നമുക്ക് 1 കിട്ടും. 2 × -1 എന്താ മക്കളെ? -2. 2 + -1 ആൻസർ എത്രയാ മക്കൾക്ക്? 1 കിട്ടുന്നില്ലേ? അപ്പൊ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന പ്രൊഡക്റ്റും സമം സാറ്റിസ്ഫൈ ചെയ്യുന്ന നമ്പേഴ്സ് ആരൊക്കെയാ? 2ഉം -1 ആ. സാറെ പറഞ്ഞ ഷോർട്ട് കട്ട് പ്രകാരം x² ഫ്രണ്ടിൽ 1 ആണോ നോക്കണം കേട്ടോ. ഷോർട്ട് കട്ട് പ്രകാരം ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന നമ്പേഴ്സിന്റെ ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും. അപ്പൊ 2 ആണെങ്കിൽ എന്താ? -2ഉം, -1 ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് എന്താ? +1 ആണ്. സെറ്റ് അല്ലേ? അപ്പൊ ഇതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ട ഇതിന്റെ സൊല്യൂഷൻ സെറ്റ്. മക്കളെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതെല്ലാം റോസ്റ്റർ ഫോമിൽ എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പൊ സാർ ഇത് ആ ഒരു ഭാഗം നല്ല നീറ്റായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് പഠിക്കണം. സാർ ഈ ഒരു സെഷൻ എന്ത് ചെയ്യാണ്? ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മുടെ നെക്സ്റ്റ് റെപ്രസെന്റേഷനും കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് പുതിയ ടോപ്പിക്കുമായിട്ട് അടുത്തൊരു പാർട്ടായിട്ട് സാർ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.